हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे कृष्ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് മഹാഭാരതത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരൈ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ മാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരികഥാധാമധായ നഗരഗ്രാമധാരിണെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ ആചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരികഥാധാമധായ നഗരഗ്രാമധാര. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസ്യൈ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപീശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവസതി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം രാം. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാം രാം ഹരേ. മുഖം കരോതി വാചാലം പങ്കം ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനകാരുണ്യം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഇന്ന് ഏറ്റവും വിഷമമുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എല്ലാവരും സശ്രദ്ധം കേൾക്കുക. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു എങ്ങനെ കൗരവർ ചതിവിലൂടെ പാണ്ഡവരെ എല്ലാം പറ്റിച്ച് എല്ലാം നേടിയെടുക്കുകയാണ്. ദുര്യോധനൻ്റെ സേവകനായ പ്രതികമനോട് പറയുകയാണ്, അന്തപുരിയിൽ പോയി ദ്രൗപദിയെ വിളിച്ചു കൊണ്ടുവരാനാണ് ആദ്യം പറഞ്ഞത്. നമുക്ക് നോക്കാം. പ്രതികമൻ
അന്തപുരിയിലെത്തി. ദ്രൗപദി ദേവിയുടെ ആ ഭവനത്തിൽ എത്തി. എന്നിട്ട് ദ്രൗപദി ദേവിയുടെ മുന്നിൽ നിന്നിട്ട് വിറച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ദേവി, ചൂതുകളിയുടെ ഭ്രാന്ത് കൊണ്ട് അങ്ങയുടെ പതി അങ്ങയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ദുര്യോധൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ധൃതരാഷ്ട്രരുടെ ആ സഭയിൽ ദേവിയെ വിളിച്ചിരിക്കുകയാണ്. ആ സഭയിലെ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ ദ്രൗപദി ദേവി ഏറ്റെടുക്കണം. അവിടെ തൂക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉടൻ തന്നെ ദ്രൗപദി ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് അടുത്തുള്ള തോഴിമാരോട് പോകാൻ പറഞ്ഞു. അവർ ദേവിയുടെ മുടി ഇങ്ങനെ ചെയ്യിക്കൊണ്ടിരിക്കുകയാണ്. ദേവി പറഞ്ഞു, പ്രതികമൻ, ഇതെങ്ങനെയാണ് സത്യമാകുന്നത്? ആരാണ് സ്വന്തം ഭാര്യയെ ചൂതുകളിയിൽ പന്തയത്തിൽ വയ്ക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം സ്വബോധത്തിലല്ലായിരുന്നു. വേറൊന്നും പന്തയം വയ്ക്കാൻ കിട്ടിയില്ല എന്ന് ചോദിച്ചു. അന്നേരം പ്രതികമൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെയും അദ്ദേഹത്തെ സ്വയം അദ്ദേഹം അതിൽ തോറ്റിരിക്കുകയാണ്. ദ്രൗപദി ദേവിക്ക് ദേഷ്യമായി. ദേവി പറഞ്ഞു, പ്രതികമൻ, അങ്ങ് വീണ്ടും ചെല്ലൂ. എന്നിട്ട് എന്നെ പന്തയം വെച്ച് അദ്ദേഹത്തിനോട് ചോദിക്കൂ, എന്നെ പന്തയം വയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് അധികാരമാണ് ഉള്ളത് എന്നെ പന്തയം വയ്ക്കാൻ? അദ്ദേഹം സ്വയം അദ്ദേഹത്തെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എന്നെ എങ്ങനെയാണ് പന്തയത്തിന് വയ്ക്കാൻ കഴിയുന്നത്? ഇതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി കിട്ടിയിട്ട് ഞാൻ വിഷമത്തോടു കൂടി ഞാൻ അവിടെ വരാൻ തയ്യാറാണെന്ന്. സേവകൻ ദ്രൗപദി ദേവിയുടെ ആ ഒരു ചോദ്യം കേട്ടു. എന്നിട്ട് വീണ്ടും സഭയിൽ വന്നു. ദ്രൗപദി ദേവി ഇല്ലാതെ പ്രതികമൻ അവിടെ എത്തിയപ്പോൾ ദുര്യോധന ദേഷ്യമായി. എവിടെയാണ് പാഞ്ചാലി? പാഞ്ചാലി കൊണ്ട് വരാനല്ലേ നിന്നോട് പറഞ്ഞത്? നീ എന്താണ് വിഡ്ഢി, നീ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് ചോദിച്ചു. അന്നേരം പ്രതികമൻ പറഞ്ഞു, രാജാവേ, ദ്രൗപദി എന്നോടൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, അങ്ങയോട് ചോദിക്കാനായിട്ട്, ഇവിടെ യുധിഷ്ഠിരനോട് ചോദിക്കാനായിട്ട്. അന്നേരം ദ്രൗപദി ദേവി പറഞ്ഞ ചോദ്യം, ദ്രൗപദി ദേവിയെ പന്തയം വയ്ക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം സ്വയം ഒരു അടിമയായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ദ്രൗപദിയെ അതിൽ പന്തയം വയ്ക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞു. ആദ്യം ദ്രൗപദിയാണോ വെച്ചത്, അതോ ആദ്യം അദ്ദേഹം സ്വയമാണോ നഷ്ടപ്പെട്ടതെന്ന്? ഇതെങ്ങനെയാണ് ധർമ്മമാകുന്നതെന്ന്? കാരണം ദ്രൗപദി ഇപ്പോഴും രാജകുമാരിയാണ്. യുധിഷ്ഠിരനെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ ദ്രൗപദിയുടെ രാജ്യാധികാരം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ തലയിങ്ങനെ ആട്ടിയിട്ട് എന്ത് പറയണമെന്നറിയാതെ അദ്ദേഹം ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ദുര്യോധനൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ദ്രൗപദി സ്വയം വന്നിട്ട് ഇതേ ചോദ്യം യുധിഷ്ഠിരനോട് ചോദിക്കട്ടെ, എന്നിട്ട് ഇവൻ്റെ മറുപടി എന്താ നമുക്ക് എല്ലാവർക്കും കേൾക്കാം എന്ന് ഒരു പുച്ഛത്തോടു കൂടി ചിരിച്ചു. പ്രതികമൻ വീണ്ടും സഭയിൽ നിന്ന് പോയി. ആ സമയത്ത് പ്രതികമന് തന്നെ വലിയ സങ്കടം വരികയാണ്. കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതെത്തി. അദ്ദേഹം പാവം ദ്രൗപദിയുടെ മുമ്പിൽ വന്നിട്ട് എന്ത് പറയണമെന്നറിയത്തില്ല. ഉടൻ തന്നെ ദ്രൗപദി ദേവി ചോദിച്ചു, യുധിഷ്ഠിര മഹാരാജ് എന്താണ് മറുപടി നൽകിയെന്ന് ചോദിച്ചു. നേരെ ചൊവ്വെ സംസാരിക്കാൻ പോലും പ്രതികമന് കഴിയുന്നില്ല. അവർ പറഞ്ഞു, രാജകുമാരി, സഭയിലുള്ളവർ അങ്ങേ അവിടെ ക്ഷണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുരുവംശത്തിൻ്റെ നാശം ആരംഭിക്കുകയാണ്. ദുർബല ഹൃദയനായ ദുര്യോധനൻ ദേവിയെ സഭയിൽ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും അവൻ്റെ സമ്പത്തെല്ലാം ഇനി നഷ്ടപ്പെടാൻ പോവുകയാണ്. അവൻ്റെ ദുർഭാഗ്യത്തിൻ്റെ ആരംഭമാണ് എന്നെനിക്കറിയാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദ്രൗപദി ദേവിക്ക് ഒരുപാട് സഹതാപം തോന്നി പ്രതികമനോട്. ദേവി പറഞ്ഞു,
പ്രതികമ, ഈ ലോകത്ത് സുഖവും ദുഃഖവും ഇതെല്ലാം എല്ലാവരും അനുഭവിക്കേണ്ടതാണ്. പക്ഷെ എന്നാലും ധാർമ്മിക മൂല്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ ധാർമ്മിക മൂല്യങ്ങൾ വിടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ പരമോന്നത ഈശ്വരൻ നമുക്കെപ്പോഴും അനുഗ്രഹം നൽകും. എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, കുരുവംശത്തിൽ നിന്നും ആ ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ നഷ്ടം എനിക്കല്ല കുരുവംശത്തിനാണ് എന്ന് ദ്രൗപദി ദേവി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ വന്നാൽ എനിക്കല്ല ധർമ്മത്തിൽ ച്യുതി ഉണ്ടാകുന്നത്, കുരുവംശത്തിനാണ് നാണക്കേട്. ആ പരമോന്നത ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നഷ്ടപ്പെടും, കുരുവംശം മുഴുവൻ നശിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ സുഖത്തെക്കുറിച്ചോ എൻ്റെ ദുഃഖത്തെക്കുറിച്ചോ ഞാൻ ചിന്തിക്കാറില്ല. ദ്രൗപദി മയ്യാക്കി ദ്രൗപദി ദേവി പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുരുസഭയിലിരിക്കുന്ന മുതിർന്ന വ്യക്തികളോട് പറയൂ. അവർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. കാരണം അവർക്ക് എല്ലാ ധർമ്മങ്ങളും അറിയാവുന്ന വ്യക്തികളല്ലേ. വീണ്ടും പ്രതികമൻ കൈകൂപ്പി തലകുനിച്ച് നമസ്കരിച്ചിട്ട് വീണ്ടും ആ സഭയിലേക്ക് എത്തി. എന്നിട്ട് ധൃതരാഷ്ട്രയുടെ മുമ്പിൽ ചെന്നിട്ട് ഇതേ വാക്കുകൾ ധൃതരാഷ്ട്രയുടെ മുമ്പിൽ പറഞ്ഞു. ഒരാൾ പോലും ഒരു മറുപടിയും നൽകിയില്ല. ദുര്യോധൻ്റെ ആകാംക്ഷയോടുകൂടി ദ്രൗപദി ദേവി എത്രയും പെട്ടെന്ന് സഭയിൽ കൊണ്ടുപോകണമെന്നുള്ള ആ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹവും, അതുകൂടാതെ ധൃതരാഷ്ട്രർ ഒന്നും മിണ്ടാതെ ഒന്നും പ്രതികരിക്കാതെ ഇരിക്കുന്ന ആ ഒരു കാഴ്ചയും കണ്ടിട്ട് എല്ലാവരും തലകുനിച്ച് നിൽക്കുകയാണ്. യുധിഷ്ഠിരൻ ഉടനെ വിഷമം കൊണ്ടും ദേഷ്യം കൊണ്ടും, ആരും ഒന്നും മറുപടി പറയാത്തോണ്ട് പറയൂ, വിഷമിച്ച് കരയുന്ന ആ പാഞ്ചാലിയെടുത്ത് പറയൂ, എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ. ഇപ്പോൾ സഭയിൽ വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിലും, ഒറ്റ വസ്ത്രത്തിലാണ് അവൾ നിൽക്കുന്നതെങ്കിലും ദുര്യോധന ചക്രവർത്തി ആജ്ഞാപിക്കുകയാണ്, അതവൾ വന്നേ പറ്റൂ. യുധിഷ്ഠിരൻ വിചാരിച്ചു, അതായത് യുധിഷ്ഠിരൻ അറിയാമായിരുന്നു ദ്രൗപദി ദേവി പീരിയഡ്സിന്റെ സമയമാണ്, അതാണ് ഈ ഒറ്റ വസ്ത്രം എന്ന് പറഞ്ഞത്. അതെങ്കിലും കേട്ടിട്ട് മുതിർന്ന കുരുവംശത്തിലെ ആൾക്കാർ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. സഹി കെട്ടിട്ട് യുധിഷ്ഠിരൻ പറയുകയാണ്, ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദ്രൗപദിയെടുത്ത് പറയൂ, എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ. കാരണം സാക്ഷാൽ ദുര്യോധന ചക്രവർത്തി ആജ്ഞാപിക്കുകയാണ്. ദ്രൗപദി ഏത് അവസ്ഥയിലിരുന്നാലും അതൊന്നും പ്രശ്നമല്ല. മുതിർന്ന വ്യക്തികളുടെ മുമ്പിൽ വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതും കുഴപ്പമില്ല, കാരണം ദുര്യോധന ചക്രവർത്തി ആജ്ഞാപിക്കുകയാണെന്ന് ചെന്ന് പറയാൻ പറഞ്ഞു. അതായത് യുധിഷ്ഠിരൻ ഒന്ന് കളിയാക്കി പറഞ്ഞതാ, ഇതെങ്കിലും കേട്ട് കഴിഞ്ഞാൽ. അതുകൂടാതെ ദ്രൗപദി ഒറ്റ വസ്ത്രത്തിലാണ് നിൽക്കുന്നത്, എന്നാലും കുഴപ്പമില്ല, കാരണം ചക്രവർത്തിയാണല്ലോ ആജ്ഞാപിക്കുന്നത്. ഇതെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ധൃതരാഷ്ട്രരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരട്ടെ, ഒരു കാരുണ്യം വരുത്തട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് പോലും അവർ മിണ്ടാതിരുന്നു. പാണ്ഡവർക്ക് അറിഞ്ഞുകൂടെ എന്താ പറയേണ്ടതെന്ന്. പാണ്ഡവ സഹോദരന്മാർ, അതായത് ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, അവരെല്ലാവരും യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ 100 സഹോദരന്മാരെയും ഒറ്റയടിക്ക് കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പക്ഷേ യുധിഷ്ഠിരൻ നിശബ്ദനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അനങ്ങാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഭീമൻ ഇതൊന്നും സഹിക്കാൻ പറ്റിയില്ല. ഭീമൻ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഷം കൂടിയ സർപ്പം ചീറ്റിക്കൊണ്ടിരിക്കുന്നതിന് പോലെ ശ്വാസം വീണ്ടും വീണ്ടും ഇങ്ങനെ ശക്തമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ അർജുനൻ
പിടിച്ചു നിർത്തുകയാണ് ഭീമസേനനെ. ദുര്യോധൻ ചിരിച്ചു. ജയം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ദുര്യോധൻ. എന്നിട്ട് വീണ്ടും പ്രതികമനോട് പറഞ്ഞു, ഓ സൂത, എത്രയും പെട്ടെന്ന് അവളെ വിളിച്ചോണ്ട് പോവാ ഇങ്ങോട്ട്. ഇപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു കേട്ടില്ലേ, അവള് വേറെ ഒരു ദാസിയാണ്, എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രതികമന് എന്ത് ചെയ്യണമെന്ന് അറിയാതില്ല. കാരണം ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ദ്രൗപദി ദേവി ഇപ്പൊ പീരിയഡ്സിന്റെ സമയത്ത് വന്നു. ഈ പ്രതികമൻ എപ്പോഴും ദുര്യോധൻ പറയുന്ന ഏത് കാര്യവും കേൾക്കുന്ന ആളാണ്. പക്ഷെ ദ്രൗപദി ദേവിയുടെ ദേഷ്യത്തെ ഭയപ്പെട്ടു പ്രതികമൻ. എന്നിട്ട് പറഞ്ഞു, മൂന്നാമത് പോയിട്ട് ഞാൻ എന്ത് പറയാനാണ് രാജാവേ ആ ദ്രൗപദി ദേവിയെടുത്ത്. ഉടൻ തന്നെ ദുര്യോധൻ ദേഷ്യമായി. എന്നിട്ട്, ദുശാസന, സഹോദര, വേഗം ചെല്ലു. ഈ വിഡ്ഢിയായിട്ടുള്ള സേവകനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവന് ഭീമനെ ഭയമാണ്. ഈ പാണ്ഡവർ നമ്മൾ എന്ത് ചെയ്യാനാണ്? അവന്മാരിപ്പം ദാസനല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞോ അതേ അവർക്ക് കേൾക്കാൻ കഴിയും. എന്നിട്ട് പറഞ്ഞു, നീ വേഗം ചെന്ന് ആ ദ്രൗപദിയെ വിളിച്ച് വലിച്ചിങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. അവള് വരാൻ തയ്യാറല്ലെങ്കിൽ അവളെ വലിച്ചഴച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ദുശാസൻ ഉടൻ തന്നെ എഴുന്നേറ്റു. എന്നിട്ട് നേരെ ദ്രൗപദിയുടെ വസതിയിലേക്ക് പോവുകയാണ്. ഇവിടെ പറയുന്നു വ്യാസമഹർഷി, ഒരു നായ എങ്ങനെയാണോ സിംഹത്തിൻ്റെ ഗുഹയിൽ പ്രവേശിക്കുന്നത്, അതേപോലെ ഒരു നാണോ ഇല്ലാതെ ദുശാസനൻ ഒരു നായ സിംഹത്തിൻ്റെ ഗുഹയിൽ കയറുന്നത് പോലെ കയറി. എന്നിട്ട് അവൻ പറഞ്ഞു, സ്വന്തം അമ്മയെ പോലെയാണ്, ചേട്ടത്തി അമ്മയാണ്. ഓ രാജകുമാരി, നിന്നെ നമ്മൾ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ഈ നാണവും ഇതൊക്കെ മാറ്റിവെക്കോ. നിന്റെ പുതിയ സ്വാമി ദുര്യോധനാണ്, അതീവ സുന്ദരിയാണ് നീ. ഇനി കൗരവരെ എല്ലാവരെയും നീ തൃപ്തിപ്പെടുത്തണം. ഹരേ കൃഷ്ണ. ദ്രൗപദി എഴുന്നേറ്റു, കരഞ്ഞു. കൈ കൊണ്ട് മുഖം മറച്ചു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഗാന്ധാരിയുടെ ആ ഒരു മുറിയിലേക്ക് ഓടാൻ തുടങ്ങുകയായിരുന്നു. ദുശാസനൻ ദേഷ്യം കൊണ്ട് നിക്കടേ അവിടെ എന്ന് പറഞ്ഞിട്ട് നേരെ പുറകെ ഓടുകയാണ്. എന്നിട്ട് നേരെ ദ്രൗപദി ദേവിയുടെ മുടിയെ കയറി പിടിച്ച് വലിച്ചുകൊണ്ടേയിരുന്നു. മുടിയെ പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതീവ സൗന്ദര്യമുള്ള ആ മുടിയെ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം പാവം ദ്രൗപദിക്ക് വേദനിച്ചാണ്. ഒരു നാണമില്ലാതെ, ഇവിടെ പറയുന്നു, രാജസൂയ യജ്ഞത്തിന് പവിത്രമായിട്ടുള്ള ജലം കൊണ്ട് തളിച്ച അതേ മുടിയെ ദുശാസനൻ പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ട് ദ്രൗപദി ദേവി വിറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്, നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കൊട്ടാരത്തിൻ്റെ വഴികളിലൂടെ എല്ലാം ദ്രൗപദി ദേവിയെ മുടിയിൽ പിടിച്ച് വലിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. ദ്രൗപദി ദേവി കരഞ്ഞു പറഞ്ഞു, ദുഷ്ട, നീച, ഈ സമയത്ത് നീ എന്നെ അവിടെ കൊണ്ടുപോകരുത്. ഈ ഒരു അവസ്ഥയിൽ, ഈ പീരിയഡ്സിൻ്റെ സമയത്ത് എന്നെ എങ്ങനെയാണ് അവിടെ നീ കൊണ്ടുപോകുന്നത്? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ദുശാസനൻ ചിരിച്ചു. അതൊന്നും കുഴപ്പമില്ല പാഞ്ചാലി, നീ ഒരു വസ്ത്രത്തിലാണെങ്കിൽ എന്ത്, നീ നഗ്നയാണെങ്കിൽ എന്ത്, നീ ഇപ്പോൾ നമ്മുടെ സ്വന്തമാണ്. ഇനി മുതൽ നമ്മുടെ ദാസിമാർ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ആയിരിക്കണം നീ താമസിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഇങ്ങനെ പറഞ്ഞ് ദുശാസനൻ വലിച്ചു കൊണ്ടുപോവുകയാണ് ദ്രൗപദി ദേവിയെ. ദേവി കരഞ്ഞു വിളിക്കുകയാണ് കൃഷ്ണനെയും അർജുനെയും. കൃഷ്ണ, അർജുന, എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ദയയില്ലാതെ പിടിച്ചൊറ്റ എറിയാണ് സഭയിലേക്ക്. മുടി പിടിച്ചൊറ്റ എറി. ആ ഒരു വസ്ത്രം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു വീഴുന്നില്ല. മേൽവസ്ത്രം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. എന്നിട്ട് മുടിയെല്ലാം ആകെ വെതറിക്കിടക്കുകയാണ്. പക്ഷെ ഇത് കണ്ടിട്ട് മുതിർന്ന കുരുവംശത്തിൽ അവർക്ക് ദേവിയെ നോക്കാൻ പോലും ധൈര്യമില്ല.
ഭീഷ്മർക്കോ ദ്രോണർക്കോ വിതുരർക്കോ സമാധാനം പോലും ഇല്ലായിരുന്നു. അവരുടെ കണ്ണീന്ന് കരച്ചിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും ധൃതരാഷ്ട്രർക്ക് സമാധാനമായില്ല. ധൃതരാഷ്ട്രർ പറയാ, എന്തു പറ്റി? പാഞ്ചാലി എത്തിയോ? ദ്രൗപദി ദേവി അഗ്നിയെ പോലെ എഴുന്നേറ്റു, ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് പറഞ്ഞു, ഈ സഭയിലിരിക്കുന്ന എല്ലാവരും മഹാപണ്ഡിതന്മാരാണ്, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചവരാണ്, മുടങ്ങാതെ ഈശ്വരന് യജ്ഞം ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഈ ഒരു അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുക? ധർമ്മപുത്രന് സൂക്ഷ്മ ധർമ്മത്തിന്റെ മൂല്യങ്ങളെ ഒന്നും അറിഞ്ഞൂടെ? ഇവർക്കൊന്നും ഒരു ബോധമില്ലേ? നിങ്ങളെപ്പോലെ ഇത്രയും മുതിർന്ന ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഇത്രയും വലിയ അനീതി നടക്കുമ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒരു കുറ്റം പോലും പറയാൻ കഴിയില്ല. നിങ്ങൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് മിണ്ടാൻ കഴിയുക? പക്ഷെ എൻ്റെ ചോദ്യം നിങ്ങളോടാണ്. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നു? നിങ്ങളിതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ചു. ദ്രൗപദി ദേവി ധൃതരാഷ്ട്ര മുഖത്തോട്ട് നോക്കി, കണ്ണ് ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ധൃതരാഷ്ട്രയുടെ തൊട്ടടുത്തായിട്ട് ഭീഷ്മരിയ്ക്കുന്നു, ദ്രോണരിയ്ക്കുന്നു, വിതുരരിയ്ക്കുന്നു. അവരെല്ലാം വളരെയധികം വിഷമത്തിലിരിക്കുകയാണ്. പക്ഷെ ആരും ഒന്നും വേണ്ടിയില്ല. നിങ്ങളെല്ലാവരും എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്ന? ഈ ദുഷ്ടൻ എൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത്രയും ഹീനമായിട്ടുള്ള പ്രവൃത്തി കണ്ടിട്ടും നിങ്ങൾ എന്താ മിണ്ടായിരിക്കുന്നത്? നിങ്ങൾ മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മനസ്സാണ്. എനിക്ക് നിങ്ങളോടെല്ലാം പുച്ഛം തോന്നുന്നു എന്ന് ദേവി പറഞ്ഞു. വലിയ ധർമ്മിഷ്ഠർ എന്ന് പറയുന്ന കുരുവംശം ഇന്നത്തോടുകൂടി നശിച്ചു. വലിയ ദ്രോണർ, ഭീഷ്മര്, വിതുരർ, ധൃതരാഷ്ട്രർ, അവരുടെ മഹത്വം എല്ലാം ഇന്നോടുകൂടി തീർന്നു. കാരണം ഇത്രയും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? എന്നിട്ട് ശരീരം തീരെ വയ്യ ദ്രൗപദി ദേവിക്ക്. അവിടെ തന്നെ അങ്ങ് വീഴുകയാണ്, നിസ്സഹായ അവസ്ഥയിൽ. സഹായം അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം ദേവി അവിടെ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ദ്രൗപദിയുടെ ഭർത്താക്കന്മാരോട് ചോദിച്ചു. അവർക്ക് ദ്രൗപദി ദേവിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഉള്ളിൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം നഷ്ടപ്പെട്ടപ്പോഴോ, സ്വത്ത് നഷ്ടപ്പെട്ടപ്പോഴോ, സ്വയം അടിമയായപ്പോഴോ അവർക്കൊരിക്കലും ഇത്രയും വിഷമവും തോന്നിയില്ല. പക്ഷെ ദ്രൗപദി ദേവിയുടെ ഈ വിഷമാവസ്ഥ കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ദുശാസനൻ ദ്രൗപദി ദേവി പാണ്ഡവരെ നോക്കുന്ന കണ്ടപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് വീണ്ടും വലിച്ചഴച്ചു എന്നുള്ളത്. എടി ദാസി, വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് മുടി പിടിച്ച് അവിടെ തന്നെ വീണ്ടും വീണ്ടും വലിച്ചഴച്ചു എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോൾ ദുര്യോധനും കർണനും ശകുനിയും, ഇവിടെ നിന്നാണ് കർണന്റെ വൃത്തികെട്ട സ്വഭാവം കാണുന്നത്. എടി ദാസി വാടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുടി പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ദുര്യോധനും കർണനും ശകുനിയും കൈകൊട്ടിച്ചിരിക്കുകയാണ്. മിടുക്കൻ ദുശാസന, വെരി ഗുഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൂടാതെ ഇവർ 3 പേരും അല്ലാതെ, ദുര്യോധനോ കർണനോ ശകുനിയോ അല്ലാതെ ബാക്കി എല്ലാവരും വിഷമത്തിലായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഭീഷ്മര് തല ഇങ്ങനെ കുനിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ദ്രൗപദി ദേവി എടുത്ത് പറയുകയാണ്, ദ്രൗപദി, സ്വന്തം സ്വത്തുകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒരിക്കലും മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് ഒരിക്കലും പന്തയത്തിൽ വെക്കാൻ കഴിയില്ല. പക്ഷേ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഒരു അവകാശം കൂടാണ്.
അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. ദ്രൗപദി ദേവിയുടെ ചോദ്യം എന്തായിരുന്നു? ആദ്യം യുധിഷ്ഠിരൻ സ്വയം നഷ്ടപ്പെട്ടു, സ്വയത്തെ പന്തയം വെച്ചു, അങ്ങനെ സ്വന്തം അവകാശമെല്ലാം നഷ്ടപ്പെട്ടു. അതിനുശേഷം ദ്രൗപദി എങ്ങനെയാണ് പന്തയം വയ്ക്കാൻ കഴിയുന്നത്? ഇവിടെ ഭീഷ്മർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയുന്നില്ല ദ്രൗപദി ദേവി എന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ യുധിഷ്ഠിരന് ചൂത് കളിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് അറിഞ്ഞിട്ടും സ്വയം കളിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. ഇതെല്ലാം കണ്ടിട്ട് ഭീഷ്മർ വിഷമിച്ച് ധൃതരാഷ്ട്രയുടെ മുഖത്തോട്ട് നോക്കി. പക്ഷെ ധൃതരാഷ്ട്രർ വീണ്ടും ഒന്നും പറയുന്നില്ല. ദ്രൗപദി ദേവി വീണ്ടും പറഞ്ഞു, യുധിഷ്ഠിരനെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത് ഈ ധൃതരാഷ്ട്രരാണ്. അദ്ദേഹത്തിന് ചൂത് കളിക്കാൻ അറിയത്തില്ല എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ച് കളിപ്പിച്ചു. എന്നിട്ട് ഏറ്റവും ചതിവനായിട്ടുള്ള ഈ ശകുനിയെ കൊണ്ടാണ് എതിരാളിയായിട്ട് കളിപ്പിച്ചത്. എന്നിട്ട് എങ്ങനെയാണ് പറയാൻ കഴിയുക സ്വമേധയാ അദ്ദേഹം എന്നെ പന്തയം വെച്ചതാണെന്ന്? കാരണം ആ രീതിയിൽ അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ചു, എല്ലാ സ്വത്തുവകകളും എല്ലാം നഷ്ടപ്പെടുത്താൻ വേണ്ടി. എന്നെയും പന്തയത്തിൽ വെക്കുന്ന ആ അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ചു. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ധർമ്മത്തിലൂടെയുള്ള കളിയല്ല, അധർമ്മത്തിലൂടെയാണ്, ചതിവിലൂടെയാന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും ദുശാസനൻ നീച രീതിയിൽ ദ്രൗപദി അപമാനിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം പാവം ദ്രൗപദി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിസ്സഹായരായിട്ട് നിൽക്കുന്ന പാണ്ഡവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭീമന് ഇതൊന്നും സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. ഉടനെ ദേഷ്യം കൊണ്ട് വിറച്ച് യുധിഷ്ഠിരനോട് പറഞ്ഞു, കളി നടക്കുന്ന സഭയിൽ ഒരുപാട് നീച സ്ത്രീകളുണ്ട്. അവരെ പോലും ചൂത് കളിക്കുന്നവർ പന്തയം വയ്ക്കാറില്ല. അവരോട് പോലും ചൂത് കളിക്കുന്നവർ കാരുണ്യം കാണിക്കാറുണ്ട്. നിങ്ങളുടെ രത്നവും സ്വർണവും എല്ലാം നഷ്ടപ്പെട്ടു, നമ്മളെപ്പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ടും എനിക്ക് അങ്ങയോട് ദേഷ്യം തോന്നിയില്ല. പക്ഷേ അങ്ങ് ദ്രൗപദിയെ പന്തയം വെച്ചപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. നമ്മളെ വിശ്വസിച്ചാണ് ആ പാവം നമ്മുടെ കൂട്ടത്തിൽ വന്നത്. ഒരുത്തൻ ഇവിടെ ഭയങ്കര ചിരിയാണ്. അവനെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് കേട്ടോ. അസുരൻ്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു. യുവന്മാരെയൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെന്ന് പറയാൻ കഴിയില്ല, വൃത്തികെട്ട മൃഗങ്ങൾ. അവനെ ബ്ലോക്ക് ചെയ്തു. എന്നാൽ ഇവിടെ പറയുന്നു, ഭീമൻ പറഞ്ഞു, നമ്മളെ വിശ്വസിച്ചാണ് ആ പാവം പെൺകുട്ടി നമ്മുടെ ജീവിതത്തിൽ വന്നത്. പക്ഷേ നിങ്ങൾ കാരണം ഈ ക്രൂരമായിട്ടുള്ള കൗരവരുടെ ആ ഉദ്ദേശം ഇപ്പോൾ സഫലമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് എൻ്റെ സ്വാമിയാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്. പക്ഷെ എനിക്ക് അങ്ങയോടുള്ള ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് നകുലനും സഹദേവനോടും പറഞ്ഞു, എനിക്ക് കുറച്ച് തീ കൊണ്ടുവരുമോ? എനിക്കിപ്പോൾ തന്നെ യുധിഷ്ഠിരന്റെ കൈ കത്തിച്ചു കളയണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അർജുനൻ ഭീമന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, ഒരിക്കലും ഇങ്ങനെ സംസാരിക്കരുത്. ഇതിനു മുമ്പേ അങ്ങ് ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ലല്ലോ. കൗരവർ ആഗ്രഹിക്കുന്ന ഇത് തന്നെയാണ്, നമ്മൾ തമ്മിൽ തല്ലണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഒരിക്കലും സഫലമാകരുത്. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷെ നമ്മൾ തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞു. നമ്മുടെ ജ്യേഷ്ഠൻ മനഃപൂർവ്വമല്ല ഇതൊക്കെ ചെയ്തത്. മുന്നിൽ നടന്ന കാര്യമെല്ലാം അങ്ങേക്ക് അറിഞ്ഞൂടെ?
ക്ഷത്രിയ ധർമ്മമാണ് ചൂത് കളിക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ ക്ഷണം സ്വീകരിച്ച് ചൂതുകളിൽ പങ്കെടുക്കുക എന്നത്. അത് കൂടാതെ ജ്യേഷ്ഠനായിട്ടുള്ള ധൃതരാഷ്ട്രർ ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് ഇത്രയും നിസ്സഹായ അവസ്ഥയിലും നമ്മുടെ ജ്യേഷ്ഠൻ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അത് അഭിനന്ദനീയമാണ്. അതുകൊണ്ട് ഇത് നമുക്കുള്ള പരീക്ഷണമാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് അർജുൻ പറഞ്ഞു. അർജുൻ പറഞ്ഞത് കേട്ടപ്പോൾ ഭീമന് സമാധാനമായി. എന്നിട്ട് പറഞ്ഞു, നീ പറയുന്നത് കറക്റ്റാണ്, ശരിയാണ് ധനഞ്ജയ. നമ്മുടെ ജ്യേഷ്ഠൻ ധർമ്മത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതെനിക്ക് അറിയത്തില്ലായിരുന്നെങ്കിൽ ഈ ദുശാസനൻ്റെ കൈ ഇപ്പോൾ ഇങ്ങനെ നിൽക്കത്തില്ലായിരുന്നു. 2 സഹോദരന്മാരും യുധിഷ്ഠിരനെ നോക്കി വിഷമാവസ്ഥയിൽ. അവർക്ക് മനസ്സിലായി യുധിഷ്ഠിരൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. കാരണം ധൃതരാഷ്ട്രരും ഭീഷ്മരും ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. അവർ രണ്ടുപേരും മിണ്ടാതിരിക്കുമ്പോൾ യുധിഷ്ഠിരൻ എന്താണ് പറയാൻ കഴിയുക? ഇതെല്ലാം കണ്ടിട്ട് ദുര്യോധനന് വീണ്ടും വീണ്ടും ചിരി വരികയാണ്. പാണ്ഡവർ ഈ വിഷമാവസ്ഥയിലിരിക്കുന്നത് തമ്മിൽ വഴക്ക് നടക്കുന്നതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ദ്രൗപദിയുടെ കരച്ചിലും കണ്ടിട്ട് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദ്രൗപദി ഉള്ളിൽ ദുര്യോധനൻ ചിന്തിക്കുകയാണ്, നീ വലിയ കാര്യത്തിൽ ചിരിക്കുകയല്ലായിരുന്നു അവിടെ മായാസഭയിൽ, അപ്പം എന്തായി എന്നൊക്കെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്രൗപദി ദേവി കൈ ഇങ്ങനെ മറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുക, മുഖം മറച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുക. ആ സമയത്ത് പാണ്ഡവർ ദേഷ്യത്തോടു കൂടി ദുര്യോധനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും കുരുസഭയിലിരിക്കുന്ന എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. ഇതൊന്നും സഹിക്കാൻ പറ്റാതെ അവസാനം ധൃതരാഷ്ട്രയുടെ 100 പുത്രന്മാരിൽ ഒരാളായ വികർണൻ എഴുന്നേറ്റു. രാജാക്കന്മാരെ, നിങ്ങൾ എല്ലാവരും എന്താ മിണ്ടാതിരിക്കുന്നത്? ദ്രൗപദി ദേവിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. ഈ ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നമ്മൾ നൽകിയില്ലെങ്കിൽ നമ്മൾ എല്ലാവരും നരകത്തിൽ പോകും. ധൃതരാഷ്ട്രർ, ഭീഷ്മർ, വിതുരർ ഇവരെല്ലാം കുരുശ്രേഷ്ഠന്മാരാണ്. എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. ദ്രോണാചാര്യരും കൃപാചാര്യരും എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? ഇവിടെ ഇരിക്കുന്ന രാജാക്കന്മാരെല്ലാം ഇത് കേട്ടിട്ട് ശരിയായിട്ടുള്ള മറുപടി നൽകൂ. വികർണൻ ചുറ്റും നോക്കി, ആരും ഒന്നും മിണ്ടിയില്ല. വീണ്ടും വീണ്ടും ദ്രൗപദിയുടെ ചോദ്യത്തിന് ഉത്തരം ചോദിച്ചു, പക്ഷെ ആരും പറഞ്ഞില്ല. ആരും മിണ്ടാതായിരുന്നപ്പോഴും അവിടെ ദ്രൗപദിയുടെ കരച്ചിൽ മാത്രമേ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറെ നേരം കാത്തു നിന്നതിന് ശേഷം വികർണൻ പറഞ്ഞു, നിങ്ങൾ ആരും പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം. എൻ്റെ ഉള്ളിൽ എനിക്ക് എന്താണോ നീതി ന്യായം തോന്നുന്നത് അത് ഞാൻ പറയുകയാണ്. ശ്രേഷ്ഠരായ വ്യക്തികളെ കേൾക്കൂ. രാജാവിൻ്റെ സദ്ഗുണങ്ങളെ നശിപ്പിക്കുന്ന 4 നീചപ്രവർത്തികൾ. 1, വേട്ടയാടുന്നത്, ഒരളവിൽ കൂടുതൽ വേട്ടയാടുന്നത്, മദ്യം കഴിക്കുന്നത്, സ്ത്രീകളുമായിട്ട് അമിതമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്, ചൂത് കളിക്കുന്നത്. ഇത് 4ലും ആരെങ്കിലും ഏതെങ്കിലും രാജാവ് ആസക്തനായി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ ധർമ്മവും അവന് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ 4ൻ്റെയും അടിമയായിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അതായത് കള്ള് കുടിച്ചിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ആസക്തി കൊണ്ടോ അമിതമായിട്ടുള്ള വേട്ടയാടിനോടുള്ള ആ ലഹരി കൊണ്ടോ, ഇത് 4ഉം ലഹരിയാണ്. സ്ത്രീകളുമായിട്ട് അമിതമായിട്ടുള്ള ബന്ധം, മദ്യം കഴിക്കുന്നതും വേട്ടയാടുന്നതും പിന്നെ ചൂത് കളിക്കുന്നതും. അന്നേരം ഇതിൽ ഏതെങ്കിലും ഒന്നിനോട് കൂടുതൽ ആസക്തി ഉണ്ടായത് കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു തീരുമാനമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇവിടെ ശകുനി യുധിഷ്ഠിരനെ മനഃപൂർവം ഉത്സാഹിപ്പിച്ച് ചൂതുകളിയിൽ നിർബന്ധിപ്പിച്ചു.
അതുകൊണ്ട് ആ ഒരു അബോധാവസ്ഥയിൽ ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയാതെ യുധിഷ്ഠിരൻ നിർബന്ധിതനായി ദ്രൗപദി ദേവിയെ അവിടെ പന്തയം വെക്കാനായിട്ട്. അതുകൂടാതെ യുധിഷ്ഠിരൻ സ്വയം തോറ്റതിന് ശേഷമാണ്, സ്വയത്തെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ദ്രൗപദിയെ പന്തയം വെച്ചത്. അതുകൊണ്ട് ഒരു രാജകുമാരിയെ പന്തയം വെക്കാൻ ഒരു ദാസന് കഴിയില്ല. പന്തയം വെക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ രാജാവല്ലായിരുന്നു എന്ന് പറഞ്ഞു. അതുകൂടാതെ യുധിഷ്ഠിരൻ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരമല്ലായിരുന്നു ചൂത് കളിച്ചുകൊണ്ടിരുന്നത്. അത് ഇവിടെ ഇരിക്കുന്ന ധൃതരാഷ്ട്രൻ ക്ഷണിച്ചുകൊണ്ട് മാത്രമാണ്. നിർബന്ധിതനാവുകയാണ് കളിക്കാൻ വേണ്ടി. അതുകൊണ്ട് തീർച്ചയായിട്ടും ദ്രൗപദിയെ പാണ്ഡവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടുടൻ തന്നെ സഭയിലിരുന്ന് എല്ലാവരും കൈയടിച്ചു, എല്ലാവരും അനുമോദിച്ചു. എല്ലാവരും പറഞ്ഞു, ഈ ശകുനി ദുഷ്ടനാണ്, അവനാണ് ഈ നീചപ്രവൃത്തി എല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. ഇവിടെയാണ് കർണനോട് എനിക്ക് ഏറ്റവും ദേഷ്യം. വികർണൻ പറഞ്ഞു കഴിഞ്ഞു. ഉടനെ കർണൻ പറയുന്നത് എന്താണത്? കർണൻ അവിടെ പറയേണ്ട ഒരു അധികാരവും ഇല്ല. കർണൻ ഉടനെ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും മിണ്ടായിരിക്കും. വികർണ, ഈ ഒരു സഭയിൽ എത്രയോ അധർമ്മങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. അതിലെ ഏറ്റവും വലിയ അധർമ്മം നിന്റെ വാക്കുകളാണ്. നീ പറയുന്നതിൽ ഒരു അധർമ്മവും ഇല്ല. ഈ സഭയിലെ ഏറ്റവും ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ മിണ്ടായിരിക്കുമ്പോൾ നീ എന്ത് ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്? നിനക്ക് പക്വതയില്ലാതാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. നീ വെറും ഒരു മൂഢനാണ്. ഇവിടെ യുധിഷ്ഠിരനെ, കാരണം അവന് ദേഷ്യം വരികയാണ്. എന്തുകൊണ്ട്? അവിടെ സ്വയംവരത്തിൽ ദ്രൗപദി ദേവി സമ്മതിച്ചില്ലല്ലോ സ്വയംവരത്തിന്. അതിന് ഇത്രയും ദേഷ്യം വയ്ക്കേണ്ട ആവശ്യം എന്താണ്? ആരെ വിവാഹം കഴിക്കണമെന്ന തീരുമാനം അതൊരു പെൺകുട്ടിക്ക് എടുക്കാനുള്ള അവകാശമുണ്ട്. ഇവനെ വിവാഹം കഴിച്ചില്ല എന്നതുകൊണ്ട് മാത്രം കർണൻ ഹൃദയത്തിൽ ഒരു വൈരാഗ്യം സൂക്ഷിക്കുകയാണ്. എങ്ങനെ നമുക്ക് കർണനെ ഒരു നായകനാക്കാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ പോലും ഒരു സ്ത്രീയോട് ഇങ്ങനെ ക്രൂരത ചെയ്യാൻ പറ്റുമോ? അതിന് കൂട്ടു നിൽക്കാൻ പറ്റുമോ? എന്നിട്ട് കർണൻ വീണ്ടും അവിടെ പറയുന്നു. കാരണം കർണന് പേടിയായി. ഇനി അഥവാ എല്ലാവരും കൂടെ വികർണം പറഞ്ഞത് കേട്ടിട്ട് ഈ ചൂതുകളിയിൽ ദ്രൗപദിയെ അപമാനിക്കുന്നതിൽ നിന്നും അവർ തടഞ്ഞാലോ? എന്നാൽ അവന് രസിക്കാൻ പറ്റത്തില്ലല്ലോ ദ്രൗപദിയുടെ ഈ അപമാനം. എത്ര ക്രൂരനാണെന്ന് നോക്കണേ. എന്നിട്ട് അവൻ വീണ്ടും പറഞ്ഞു, കർണൻ, യുധിഷ്ഠിരൻ തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ചൂത് കളിച്ചിരിക്കുന്നത്. എന്നിട്ട് ദ്രൗപദിയെ നഷ്ടപ്പെട്ടു അവന് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വ്യാസമഹർഷി പറയുന്നു, കർണന് ആ സഭാമന്ദിരത്തിൽ നടന്ന സ്വയംവര മത്സരത്തിൽ നടന്ന അപമാനത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തു വരികയാണ്. പിന്നെ അതുകൂടാതെ വലിയ അഹങ്കാരിയാണ് ഇവൾക്ക് അർഹിക്കുന്നത് തന്നെയാണ് ഇവൾ കേട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കർണൻ പറഞ്ഞു. എന്ത് അഹങ്കാരം! ഒരാൾ വീണ് കഴിഞ്ഞാൽ ആരാ ചിരിക്കാത്തത്? അതും പ്രത്യേകിച്ച് ദുര്യോധനെ പോലുള്ള മണ്ടൻ. അതും ദ്രൗപദി ദേവി മാത്രമാണോ ചിരിച്ചത്? എല്ലാവരും ചിരിച്ചു. ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചു. എല്ലാവരും ചിരിച്ചു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദുര്യോധന ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന ദ്രൗപദി ദേവി. അവിടെ എന്ത് തെറ്റാണ് പാവം ചെയ്തത്? ഇവിടെ തീർന്നില്ല കർണന്റെ വാചകവടി. അവൻ്റെ നാവ് പിഴുതെറിയാൻ നമുക്ക് തോന്നും ഇനി അവൻ പറയുന്ന വാക്കുകൾ കേട്ട്. കർണൻ പറഞ്ഞു, ഇവൾ അഹങ്കാരിയാണ്, അവൾക്ക് അർഹിക്കുന്നത് തന്നെയാണ് അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സഭയിലുള്ള എല്ലാവരോടും പറഞ്ഞു, ദ്രൗപദിയെ ഈ സഭയിൽ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവരുന്നതിൽ ഒരു പാപവും ഇല്ല. കാരണം എന്താണെന്നറിയോ? അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ട്.
അതുകൊണ്ട് ഇവൾക്ക് എന്ത് മാനം, എന്ത് അപമാനം? അവൾക്ക് ഒരു മാനവും അപമാനവും ഇല്ല. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇവൾ പതിവ്രതയല്ല. എന്നിട്ട് ദ്രൗപദി ദേവിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ഇവളെ ഇവിടെ നഗ്നയാക്കിയാൽ പോലും അതിലൊരു തെറ്റുമില്ല. ഹരേ കൃഷ്ണ. ഇവളിപ്പോൾ കൗരവരുടെ സ്വത്താണ്. അതുകൊണ്ട് കൗരവർ പറയുന്നത് എന്തും കേൾക്കാൻ ഇവൾ ഇവൾക്ക് അത് കേട്ടേ പറ്റൂ. അതിനുള്ള ബാധ്യത അവൾക്കുണ്ടെന്ന് പറയും. ദുശാസന, നീ എന്തുകൊണ്ട് അവളെ നഗ്നയാക്കിക്കൂടാ? ഹരേ കൃഷ്ണ. ഈ പാണ്ഡവരുടെ മേൽവസ്ത്രം എല്ലാം അഴിക്കും. അവരൊന്നും രാജാക്കന്മാരല്ല. ഇത് ഞാൻ പറയുന്നതല്ല, കർണന്റെ വാക്കുകളാണ്. വ്യാസമഹർഷി എഴുതിയിരിക്കുകയാണ്. ഇത് കേട്ട ആർക്കെങ്കിലും കർണനെ നായകനാക്കാൻ കഴിയും? കർണന്റെ വാക്കുകളാണിത്. ദുര്യോധൻ ചെയ്ത തെറ്റ്, ദ്രൗപദി ദേവി അവിടുന്ന് വലിച്ചു കൊണ്ടുവന്നത് തെറ്റ്. ദുശാസനം ചെയ്ത അതിൽ നിന്നും വലിയ തെറ്റ്. ദ്രൗപദി ദേവി ഇത്രയും അപമാനിക്കപ്പെട്ട് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വികർണൻ എഴുന്നേറ്റിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കർണന് ദേഷ്യം വന്നു. കർണൻ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഈ കർണനെ എങ്ങനെയാണ് നമുക്ക് നായകനായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നത്? അവനോട് എന്ത് കാരുണ്യമാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്? ഇതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ അവനെ അധർമ്മത്തിലൂടെ തന്നെ കൊന്നത്. കാരണം നേരായിട്ടുള്ള ഒരു മരണം പോലും അർഹിക്കുന്നില്ല ആ വൃത്തികെട്ട കർണൻ. ഒരു സാധു സ്ത്രീയോട് കാരുണ്യമില്ലാത്തവൻ ഒരിക്കലും ഒരു വീരനെ പോലെ മരിക്കാൻ യോഗ്യനല്ല. അവൻ മരിക്കേണ്ടത് നാണം കെട്ട മരണം തന്നെയായിരിക്കണം അവന്. അതുകൊണ്ടാണ് ശാപം കൊണ്ട് ഭഗവാൻ ലോക്ക് ചെയ്തു. ഭഗവാൻ എന്തോ അവന്റെ കവചകുണ്ടലം പൊട്ടിക്കാൻ കഴിയത്തില്ലേ? എന്തും ചെയ്യാൻ പറ്റും ഭഗവാൻ കൃഷ്ണന്. പക്ഷെ ആ അധർമ്മത്തിന്റെ വേദന അനുഭവിച്ച് അവസാന നിമിഷമെങ്കിലും അവന് തോന്നണം ഒരു നാണം കെട്ട മരണമായി ആണ് അവന് ലഭിക്കുന്നത്. കാരണം എന്താ? ഇതേപോലെ അധർമ്മത്തിലൂടെയാണ് അവൻ ദ്രൗപദിയെ അപമാനിക്കാൻ ശ്രമിച്ചത്. ഇനി മുന്നോട്ട് മഹാഭാരത യുദ്ധത്തിൽ അധർമ്മത്തിലൂടെ തന്നെയാണ് അഭിമന്യുവിനെ കൊല്ലുന്നത്. ഇതിന് രണ്ടും കൂട്ടുന്ന ഏറ്റവും പ്രധാന പങ്ക് കർണനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ വിചാരിച്ചു, ഇവൻ ധീരനെ പോലെ വീരനെ പോലെ മരണം അർഹിക്കുന്നില്ല, അവനൊരു നാണം കെട്ട മരണം തന്നെയാണ് വേണ്ടുന്നത് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ കർണനെ സ്തുതിക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കണം വ്യക്തമായിട്ട്. ഇനി അടുത്ത എൻ്റെ ഒരു ചോദ്യമേ, ഇവൻ പറയുന്നു ഇവളൊരു ദാസിയാണ്, ഇവളൊരു ദാസിയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു ദാസിക്കും ഒരു വിലയില്ലേ? അതിന്റെ അർത്ഥം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? കൗരവര്, പ്രത്യേകിച്ച് കർണനും ദുര്യോധനും ദുശാസനും, അവിടെയുള്ള ദാസികൾക്ക് പോലും ഒരു വിലയും കൊടുക്കുന്നില്ല. അവരോടും ഇങ്ങനെ തന്നെയാണ് അവർ പെരുമാറാറുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർണനും അതേ സ്വഭാവമുള്ളവരാണ്. പക്ഷെ പാണ്ഡവരെ നോക്കൂ, അധർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇത് ധൃതരാഷ്ട്രയുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ? ദുര്യോധൻ വിഷമിച്ച് പാണ്ഡവരുടെ ആ സൗഭാഗ്യം ഇതെല്ലാം കണ്ടിട്ട് അസൂയപ്പെട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നു, ഞാനിനി ജീവിച്ചിരിക്കത്തില്ല,
ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രൻ എന്താ ചോദിക്കുന്നറിയാം? മോനെ, നീ ഇവിടുത്തെ രാജാവല്ലേ, നിനക്ക് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ? എല്ലാ സുഖങ്ങളും ഇല്ലേ? ഏത് സ്ത്രീയെ വേണമെങ്കിലും നിനക്ക് പിടിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെയാണ് ധൃതരാഷ്ട്രൻ. പാണ്ഡവരെവിടെ ഇരിക്കുന്നു? കൗരവരെവിടെ? ഇനി നിങ്ങൾക്ക് മുന്നോട്ട് എനിക്ക് എന്തോ പറയുന്നേ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി അർജുൻ്റെ മനസ്സ് നിങ്ങൾ കാണും. അർജുൻ അവിടെ സ്വർഗലോകത്ത് പോകുമ്പോൾ ഉർവശി ദേവി, അപ്സരസ് ഉർവശി ദേവി സ്വയം വന്ന് അർജുൻ്റെ മുമ്പിൽ അഭ്യർത്ഥന നടത്തിയിട്ടും അർജുൻ പറയും ശരിയല്ല ദേവി, ഇത് ശരിയല്ലെന്നാണ്. എവിടെ അർജുൻ? എവിടെ കർണൻ? കർണന് ഒരു ദാസിയെടുത്ത് പോലും വിലയില്ല. പക്ഷെ അർജുൻ്റെ മുമ്പിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള, ഈ ലോകത്ത് ആരും ആ ഉർവശി ദേവിയുടെ മുമ്പിൽ ഒന്നുമല്ല. എന്തിനേറെ പറയുന്നു, ദേവലോകത്തെ അപ്സരസുകൾക്ക് പോലും ഉർവശിയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് സുന്ദരിയായ ഉർവശി ദേവി സ്വയം അർജുൻ്റെ മുമ്പിൽ വന്നിട്ട് അഭ്യർത്ഥന നടത്തിയിട്ടും അർജുൻ അതിന് തയ്യാറായില്ല. അർജുൻ്റെ മുമ്പിൽ കർണൻ ആര്? നോക്കാൻ, കർണന്റെ മുഖത്ത് നോക്കാനുള്ള ഒരു നിലവാരം പോലും കർണൻ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുൻ എവിടെ ഇരിക്കുന്നു? കർണൻ എവിടെ ഇരിക്കുന്നു? എന്നിട്ടും പാണ്ഡവർ എന്ത് ചെയ്തു? പാണ്ഡവർ അവരുടെ മേൽവസ്ത്രമൊക്കെ മാറ്റി. ദുശാസനൻ, ഒരു മാതാജി പറയുന്നു, എനിക്ക് ബാക്കി ഭാഗം കേൾക്കാൻ വയ്യ സ്വാമി. ഇനിയാണ് കേൾക്കേണ്ടത് മാതാജി. നമ്മുടെ ഗുരുവായൂരപ്പൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇനിയുള്ള ഭാഗമാണ് കേൾക്കേണ്ടത്. ഇത് നമുക്ക് എല്ലാവർക്കും പാഠമാണ്. ആരും നമ്മുടെ കൂട്ടത്തിൽ കാണത്തില്ല എന്നതിൻ്റെ ഏറ്റവും ഉത്തമ തെളിവാണ് ഈ ഒരു ചരിത്രം, ഈ ഒരു സന്ദർഭം ദ്രൗപദി ദേവിയുടെ ജീവിതത്തിൽ. ദ്രൗപദി ദേവിക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു. എത്ര വില്ലാളി വീരന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിലും എത്രയൊക്കെ സ്വത്ത് വകകളുണ്ടെങ്കിലും എത്ര വലിയ ചക്രവർത്തിയാണെങ്കിലും എല്ലാം ഒറ്റ നിമിഷം മതി നഷ്ടപ്പെടാൻ. പാണ്ഡവർ ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടത്. എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുമ്പോൾ ദുശാസനൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദ്രൗപദിയുടെ അടുത്തോട്ട് പോവുകയാണ്. ദുശാസനൻ ദ്രൗപദി ദേവിയുടെ സാരിയുടെ തുമ്പ് പിടിച്ചു, എന്നിട്ട് ശക്തമായിട്ട് വലിച്ചുകൊണ്ടിരുന്നു. ദ്രൗപദി ദേവി ഒരു മീൻ പടയുന്ന പോലെ ഇങ്ങനെ പിടിച്ചു വെച്ചു. പക്ഷെ ഇവൻ്റെ കൈയിൻ്റെ ബലത്തിൻ്റെ മുമ്പിൽ ദ്രൗപദിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദുശാസനന്റെ ശക്തിയുടെ മുമ്പിൽ ദ്രൗപദി ദേവിക്ക് എങ്ങനെ പിടിച്ചു വയ്ക്കാൻ കഴിയും? വീണ്ടും പാണ്ഡവരോട് നോക്കുകയാണ് ദ്രൗപദി ദേവി. അവരെല്ലാം നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നു. ദ്രൗപദി ദേവിക്ക് ബോധ്യമായി, ഇവരൊന്നും എന്നെ സഹായിക്കാൻ പോകുന്നില്ല. സാക്ഷാൽ സൂര്യദേവൻ പോലും ദ്രൗപദി ദേവിയുടെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ബഹുമാനിയായ ദ്രൗപദി മഹാറാണി ഒരു മിനിറ്റ്. സൗണ്ട്
ദ്രൗപദി ദേവി വളരെയധികം വിഷമത്തിലായി. ദ്രൗപദി ദേവിയുടെ സാരി തുമ്പി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ദുശാസനൻ. ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ മാൻ എങ്ങനെയാണോ വിറച്ചു നിൽക്കുന്നത്, അതേപോലെ ദ്രൗപദി ദേവി വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ദുശാസനൻ ശക്തമായിട്ട് ദേവിയുടെ വസ്ത്രത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദേവി ചുറ്റുമിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ദേവിക്ക് മനസ്സിലായി, ഇനി ഒരേ ഒരാൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ കൃഷ്ണൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ മാത്രമേ ഉള്ളൂ എനിക്കൊരാശ്രയം. ദ്രൗപദി ദേവി ഭഗവാൻ കൃഷ്ണനെ പൂർണ്ണമായിട്ടും മനസ്സിൽ ധ്യാനിച്ചു. കൈ ഉയർത്തി, ഗോവിന്ദ, കേശവ, ഗോപി വല്ലഭ, ഗോപികമാരുടെ പ്രിയപ്പെട്ട ആളല്ലേ അങ്ങ്? വൃന്ദാവനത്തിലെ നായകനല്ലേ അങ്ങ്? ജനാർദ്ദനല്ലേ? എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരാൾ അങ്ങ് മാത്രമല്ലേ? ഈ ഒരു പാവം സാധ്വിയെ അങ്ങ് രക്ഷിക്കത്തില്ലേ? ഞാൻ കുരുസമുദ്രത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്നെ അങ്ങ് രക്ഷിക്കണം കൃഷ്ണ. ജഗന്നാഥ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആത്മാവല്ലേ അങ്ങ്? ഇതിൻ്റെ മുഴുവൻ സൃഷ്ടാകർത്താവല്ലേ അങ്ങ്? ഈ ഒരു വേദനയിൽ നിന്നും അങ്ങനെ രക്ഷപ്പെടുത്തത്തില്ല. എൻ്റെ ബോധമെല്ലാം നഷ്ടപ്പെടുകയാണ് കൃഷ്ണ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലിരിക്കുകയാണ്. ഭഗവാൻ ആ പ്രാർത്ഥന കേട്ടു. ഭഗവാന്റെ അചിന്ത്യ ശക്തി കൊണ്ട് ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലെത്തി. ദ്വാരകയിൽ നിന്നും ഹസ്തിനപുരിയിലെത്തി. ഭഗവാൻ ചൂതുകളിയുടെ സഭയിൽ കയറി. ആർക്കും ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല. ഭഗവാൻ ദ്രൗപദി ദേവിക്ക് ഒരിക്കലും തീരാത്തത്രത്തോളം സാരി കൊണ്ട് ദേവിയെ മറച്ചു. ദുശാസനൻ വലിച്ചുകൊണ്ടേയിരുന്നു സാരി, വലിച്ചുകൊണ്ടേയിരുന്നു. ദ്രൗപദി ദേവി ഒരു പമ്പരം കറങ്ങുന്ന പോലെ കൈ ഉയർത്തി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ദുശാസന് ദ്രൗപദി ദേവിയെ നഗ്നയാക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്നു. ദുശാസനൻ സാരി വലിച്ച് ആ സാരി കൊണ്ട് വലിയ ഒരു കുന്നുപോലെയായി. ഒരു 2-3 ആൾ പൊക്കത്തിൽ സാരി ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും ദ്രൗപദി ദേവിയുടെ സാരി തീർന്നില്ല. ദുശാസനം വീണ്ടും വലിച്ചുകൊണ്ടേയിരുന്നു. ഇനിയും ശക്തമായിട്ട് വലിച്ചു.
ദുശാസനം വീണ്ടും വീണ്ടും വലിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സാരി തീർന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് അവിടുന്ന് രാജാക്കന്മാർ ദ്രൗപദി ദേവിയെ സ്തുതിച്ചു. എന്നിട്ട് ദുശാസനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. സാരി വലിച്ചു വലിച്ച് ദുശാസനൻ ബോധം കെട്ട് വീണു. അവൻ വേർത്ത് ബോധം കെട്ട് വീണു. ഇതും കൂടെ ആയപ്പോൾ ഭീമൻ അങ്ങോട്ട് ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഭഗവാൻ എന്തോ ഭീമൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതുപോലെ ഭഗവാൻ അവിടെ വന്നല്ലോ. ഇത്രയും നേരം മിണ്ടാതിരുന്ന ഭീമൻ എഴുന്നേറ്റു. ഇവിടെ ഇരിക്കുന്ന രാജാക്കന്മാരെല്ലാവരും ശ്രദ്ധിക്കൂ. ഞാൻ കുന്തിപുത്ര ഭീമൻ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. എല്ലാ ദിക്കുകളും ശ്രദ്ധിച്ചു കേൾക്കൂ. എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹവ്യൂഹങ്ങളും കേൾക്കൂ. ഇതേപോലെ ഒരു പ്രതിജ്ഞ ഇതിനു മുമ്പേ ആരും എടുത്തിട്ടില്ല, ഇനി എടുക്കത്തുമില്ല. ഞാനിതാ പ്രതിജ്ഞ എടുക്കുന്നു. യുദ്ധത്തിൽ ഈ നീചനായ ദുശാസനന്റെ നെഞ്ച് കീറി അവന്റെ രക്തം കുടിച്ചില്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ മുതിർന്ന വ്യക്തികളുടെ മുഖത്ത് നോക്കത്തില്ല എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഇത് കേട്ടിട്ട് എല്ലാ രാജാക്കന്മാർക്കും വലിയ സന്തോഷമായി. വീണ്ടും ദുശാസനെ കുറെ കുറ്റം പറഞ്ഞു. ഉടൻ തന്നെ വിതുരർ പറഞ്ഞു, ധൃതരാഷ്ട്രടുത്തും ഭീഷ്മരോടും പറഞ്ഞു, ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ? എന്താണ് നിങ്ങൾ ഇങ്ങനെ നിശബ്ദരായിട്ടിരിക്കുന്നത്? നിങ്ങൾ ഈ കാണുന്ന ആപത്തൊന്നും, വരാൻ പോകുന്ന ആപത്തിനെ ഒന്നും നിങ്ങൾ കാണുന്നില്ലേ? ദ്രൗപദി ദേവിയുടെ കോപാഗ്നിയിൽ ഈ കുരുവംശം മുഴുവൻ ചുട്ട് ചാമ്പലാവാൻ പോവുകയാണ്. എല്ലാ മാനുഷിക മൂല്യങ്ങളും ഇവിടെ നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയൂ, ദ്രൗപദിയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഭീഷ്മരും ദ്രോണരും കൃപാചാര്യരും ധൃതരാഷ്ട്രർ എന്തെങ്കിലും പറയുമെന്ന് കരുതി. കാരണം അവർക്ക് ദുര്യോധൻ്റെ ഈ നീചപ്രവൃത്തി സഹിക്കുന്നതിനപ്പുറത്താണ്. പക്ഷെ എന്നിട്ടും ധൃതരാഷ്ട്രം ഒന്നും വേണ്ടിയില്ല. വിതുരർ പറഞ്ഞു, എല്ലാ ധാർമ്മിക മൂല്യങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേ കുറ്റത്തിന് അർഹനാണ്, ഇതിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടും അങ്ങ് എന്താണ് മിണ്ടാതിരിക്കുന്നതെന്ന് വിതുരർ വീണ്ടും വീണ്ടും ചോദിച്ചു. എന്നിട്ടും ധൃതരാഷ്ട്ര ഭാഗത്തുനിന്ന് ഒരു നീക്കമില്ല. ഇത്രയൊക്കെ ആയിട്ടും കർണന് മതിയായില്ലെന്നുള്ള. ഭഗവാന്റെ അനുഗ്രഹം ദ്രൗപദിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും കർണന് തൃപ്തിയാവുന്നില്ല. കർണൻ ദുശാസനോട് പറയുക, ദുശാസന, ഈ ദാസിയെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകും. ഹരേ കൃഷ്ണ. വീണ്ടും ദുശാസനൻ എഴുന്നേറ്റു. എന്നിട്ട് ദ്രൗപദിയുടെ മുടി പിടിച്ച് വീണ്ടും വലിച്ചഴച്ചു കൊണ്ടുപോവുകയാണ്. വീണ്ടും ദ്രൗപദി ദേവി കരഞ്ഞു പടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ എങ്ങനെയെങ്കിലും ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെയൊക്കെയോ ദുശാസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വീണ്ടും വന്നിട്ട് പറയുകയാണ്, ഞാൻ നേരത്തെ സഭയിൽ വന്നപ്പോൾ ആരുടെ മുമ്പിൽ നമസ്കരിക്കാൻ കഴിഞ്ഞില്ല, നമസ്കാരങ്ങൾ അർപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വായുവോ സൂര്യനോ എന്നെ ഇതുവരെ കണ്ടിട്ടില്ല,
ഇന്ന് ഇത്രയും നീചമായിട്ടുള്ള സഭയിൽ ഒരു വസ്തുവിനെ പോലെ പ്രദർശിപ്പിക്കുകയാണ് എന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ചു. ഇത് കേട്ടപ്പോൾ ആദ്യമായിട്ട് ധൃതരാഷ്ട്രയുടെ തല കുനിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ കൂടുതൽ അപമാനം ഈ കുരുവംശത്തിന് എന്താണ് വരാനുള്ളത്? ഞാൻ പാണ്ഡവരുടെ പതിവ്രതയായിട്ടുള്ള ഭാര്യയായിട്ടും സാക്ഷാൽ കൃഷ്ണൻ്റെ സഖിയായിട്ടും എന്നെ ഒരു വസ്തുവിനെ പോലെ ഇവിടെ എറിഞ്ഞു ഈ സഭയിൽ. എന്ത് ധർമ്മമാണ് അങ്ങ് പറയുന്നതെന്ന് പറഞ്ഞു. ഇതിന് ഉത്തരം അങ്ങ് നൽകിയേ പറ്റൂ. ഞാൻ ധർമ്മപുത്രൻ്റെ ഭാര്യയാണ്. ഞാനൊരു ദാസിയാണോ? ഒരു ദാസിയെടുത്ത് പോലും ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഞാൻ എന്നും ഈ കുരുവംശത്തിൻ്റെ ആദർശങ്ങളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഞാൻ എന്തുകൊണ്ട് ഇത്രയും നീചമായിട്ടുള്ള ഈ പ്രവൃത്തിക്ക് ഇരയായി എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് പറയുന്നു അത് കേൾക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ ഭീഷ്മർ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഭീഷ്മർ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ നിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം. എന്നിട്ട് ഭീഷ്മർ സഭയെ നോക്കിയിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും കുരുവംശം നശിക്കാൻ പോവുകയാണ്. കുരുവംശം അത്യാഗ്രഹിയും നീചന്മാരുമായിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും പാഞ്ചാലി, നീ ഇപ്പോഴും ധർമ്മത്തിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ നീയും നിന്റെ പാണ്ഡവരും എത്രത്തോളം ഉയർന്ന വ്യക്തികളാണ്. ഈ ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ ഒരിക്കലും ധർമ്മം വിടുന്നില്ലല്ലോ. എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു. കൗരവർ എന്നേക്കും അപമാനിതരായി. നീയല്ല ഇവിടെ അപമാനിതയായത്, സത്യമല്ലേ? പാണ്ഡവരുമല്ല അപമാനിതരായത്. എന്നേക്കും കുരുവംശം അപമാനിതരായി. ഈ അപമാനത്തിൽ നിന്നും കുരുവംശത്തിന് ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടും ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവർക്കും ദുര്യോധനെ ഭയമായിരുന്നു. ഇതെല്ലാം കേട്ടിട്ടും ദുര്യോധൻ വീണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ദ്രൗപദിയുടെ പറഞ്ഞു, പാഞ്ചാലി, ഭീഷ്മർ പറയുന്നത് സത്യമാണ്. നിങ്ങൾക്ക് നിന്റെ ഉത്തരം നൽകേണ്ടത് ഈ പാണ്ഡവർ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ യുധിഷ്ഠിരൻ. വലിയ തേജസ്വിയായിട്ടുള്ള യുധിഷ്ഠിരൻ, ഇന്ദ്രനെ പോലെ ഇരിക്കുന്ന ആള്, എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ആള്, ഒരു നാണമില്ലാതെ സ്വന്തം ഭാര്യ ആരെങ്കിലും ചൂതുകളിയിൽ പന്തയമായിട്ട് വെക്കുമോ? അത്രയ്ക്ക് നാണം കെട്ടവനാണ് ഇവൻ. തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുകയാണ്. അവൻ തന്നെ പറയട്ടെ, ഞാൻ നിന്നെ യഥാർത്ഥത്തിൽ ജയിച്ചതാണോ അല്ലയോ എന്ന്. അവൻ പറയുകയാണ്, ഞാൻ നിന്നെ ജയിച്ചില്ലെങ്കിൽ നിനക്ക് വീണ്ടും പാണ്ഡവരുടെ പത്നിയായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പത്നിയായിട്ട് നീ ജീവിക്കുമെന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. എനിക്ക് നിന്നോട് എപ്പോഴും കാരുണ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു. വലിയ കാരുണ്യമുള്ള വ്യക്തി അല്ലേ? ഇത് കേട്ടിട്ട് ചില രാജാക്കന്മാർ ദുര്യോധനെ അഭിനന്ദിച്ചു. ഹരേ കൃഷ്ണ. അതിൻ്റെ ഇടയിലും ദുഷ്ടന്മാരുണ്ട്. ഇത് കേട്ടപ്പോൾ ഭീമന് വീണ്ടും സഹിച്ചില്ല. ഭീമൻ വീണ്ടും പറഞ്ഞു, ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ എൻ്റെ ജ്യേഷ്ഠനല്ലായിരുന്നുവെങ്കിൽ ഈ കുരുവംശത്തിലുള്ളവർ ചെയ്തതിന് ഇങ്ങനെയൊന്നുമല്ല ഞാൻ മറുപടി നൽകുന്നത്. പക്ഷേ
അദ്ദേഹം നമ്മുടെ ജ്യേഷ്ഠനായതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ക്രോധത്തെ പിടിച്ചു നിർത്തുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നു നമ്മൾ അടിമകളാണെങ്കിൽ നമ്മൾ അടിമകളാണ്. പക്ഷെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ പാഞ്ചാലിയുടെ മുടിയിൽ തൊട്ട അവൻ്റെ കൈ ഇവിടെ ബാക്കി കാണത്തില്ല. എൻ്റെ ഈ കൈകൾ കണ്ടോ, ഇരുമ്പിനെ പോലെ ഇരിക്കുന്ന, ഇരുമ്പിൻ്റെ ഗത പോലെ ഇരിക്കുന്ന ഈ 2 കൈകൾ മതി കുരുവംശത്തെ മുഴുവൻ തീർക്കാൻ. ഇതിൻ്റെ ഇടയിൽപ്പെട്ട ആർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിയോ? ഇന്ദ്രന് പോലും ഈ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ ധർമ്മത്തിൽ ബന്ധിതരായിപ്പോയി നമ്മുടെ ജ്യേഷ്ഠൻ എന്തു പറയുന്നോ അതിൽ നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. വീണ്ടും വീണ്ടും അർജുനൻ എന്നെ നിർബന്ധിപ്പിക്കുന്നു ശാന്തനാകാൻ. അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ യുധിഷ്ഠിരൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ കൈ ഒന്ന് കൂട്ടിമുട്ടിയാൽ തന്നെ എല്ലാവരും തീരും. ഈ ധൃതരാഷ്ട്രയുടെ പുത്രന്മാരിൽ ഒരാൾ പോലും ബാക്കി നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടേ ഭീഷ്മരും ദ്രോണരും വിതുരനും പറഞ്ഞു, ഭീമ ശാന്തമായിട്ട് നിൽക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഏകദേശം ഒരുവിധം ഒതുങ്ങി വരുമ്പോൾ വീണ്ടും കർണൻ എഴുന്നേറ്റു. നോക്കണേ, ആ കർണന്റെ അഹങ്കാരം നോക്കണേ. എന്നിട്ട് പറയുന്നു, എനിക്ക് തോന്നുന്നു ഭീഷ്മരും ദ്രോണരും വിതുരരും ഒക്കെ എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇത്രയും വലിയ ചക്രവർത്തി ധൃതരാഷ്ട്ര ഇവിടെ മിണ്ടാതിരിക്കുമ്പോൾ ഇവരാരാണ് ഇങ്ങനെ സംസാരിക്കാൻ? അവർക്കൊരു ബോധമില്ല, അവരുടെ സ്ഥാനത്തെ അവർ മറക്കുന്നു. അതുകൊണ്ട് ഒരു അടിമയാണെങ്കിലും ഒരു മകനാണെങ്കിലും ഭാര്യയാണെങ്കിലും അവരൊരിക്കലും സ്വതന്ത്രരല്ല. അതുകൊണ്ട് ധൃതരാഷ്ട്രർ യുധിഷ്ഠിരൻ ആദ്യം തോറ്റാൽ എന്ത്, പിന്നെ തോറ്റാൽ എന്ത്? എന്തായാലും ദ്രൗപദി എന്ന് പറയുന്നത് യുധിഷ്ഠിരന്റെ അവകാശമാണ്. അതുകൊണ്ട് യുധിഷ്ഠിരൻ ദ്രൗപദിയെ നഷ്ടപ്പെട്ടു എന്നത് സത്യമാണെന്ന്. നോക്കണേ, ഇവന് എന്തിന്റെ അസുഖമാണ് നോക്കണേ, എത്ര അഹങ്കാരിയാണെന്ന് നോക്കണേ. ഇത് കേട്ട ഉടനെ ഭീമന് ദേഷ്യത്തോടു കൂടി നോക്കി. ഭീമൻ ഒറ്റ നിമിഷം കൊണ്ട് കർണനെ കടിച്ചു കീറുന്ന ദേഷ്യമുണ്ട്. പക്ഷേ യുധിഷ്ഠിരൻ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. ചുറ്റും നോക്കി എല്ലാം കത്തിച്ചു കളയാനാണ് ഭീമന് തോന്നുന്നത്. എന്നിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, ഒരു കർണന്റെ വാക്കുകൾ കേട്ടിട്ടും എനിക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. നമ്മളിപ്പോ ദാസനല്ലേ, അങ്ങ് മഹാചക്രവർത്തിയല്ലേ, ശത്രുക്കൾ പറയുന്നത് അങ്ങ് കേൾക്കുന്നില്ലേ? അങ്ങ് എന്തിന് ദ്രൗപദിയെ പന്തയം വെച്ചു എന്ന് ചോദിച്ചു. യുധിഷ്ഠിരൻ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് ദുര്യോധൻ വീണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുക. യുധിഷ്ഠിരാ പറയൂ, സത്യസന്ധനല്ലേ, ധർമ്മിഷ്ഠനല്ലേ, ദ്രൗപദിയെ ഞാൻ ജയിച്ചോ ഇല്ലയോ? നീ തന്നെ പറ. ദുര്യോധൻ ഇങ്ങനെ കളിയാക്കി യുധിഷ്ഠിരനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് കർണനെ നോക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് വീണ്ടും ഭീമനെ കളിയാക്കാൻ വേണ്ടി യുധിഷ്ഠിരൻ വലതു തൊട കാണിച്ചു, തുണി മാറ്റി. എന്നിട്ട് അവിടെ അടിച്ചുകൊണ്ട് പറഞ്ഞു, ദ്രൗപദി ഈ 5 പേരെയും വിടൂ, എന്നിട്ട് എൻ്റെ മടിയിൽ വന്നിരിക്കാൻ. ദ്രൗപദിയെ തൊട കാണിച്ചിട്ട് കളിയാക്കി ഭീമനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി. ഈ പാണ്ഡവർ നിന്നെ ഒന്നും സഹായിക്കത്തില്ല, നീ എൻ്റെ കൂട്ടത്തിൽ വാ, നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം, വന്ന് ഈ തൊടയിലിരിക്കാൻ പറഞ്ഞു. ഇത് ഭീമനെ സഹിക്കാൻ പറ്റിയില്ല. പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ദുഷ്ട, നീ ഈ കാണിച്ച തൊട യുദ്ധത്തിൽ ഞാൻ പൊട്ടിച്ചില്ലെങ്കിൽ ഞാൻ പൂർവികരെ എൻ്റെ മുഖം കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഭീമന്റെ ദേഹത്തു നിന്ന് അഗ്നി വരികയായിരുന്നു. അത്രയ്ക്ക് ദേഷ്യം വന്നു. ക്രോധം കൊണ്ടിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. വിതുരർ ഉടനെ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, രാജാക്കന്മാരെ, നിങ്ങൾ കാണുന്നില്ലേ ഭീമന്റെ ദേഷ്യം? ഇത് വലിയൊരു ആപത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ധൃതരാഷ്ട്രയുടെ മക്കൾ ചതിവിലൂടെ പാണ്ഡവരിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തു. ഇപ്പോ ഒരു സ്ത്രീക്ക് വേണ്ടി തമ്മി തമ്മി തല്ലുകയാണ്. ഇത് സമൃദ്ധിയല്ല നമ്മുടെ വംശത്തിന്റെ, ഇത് നാശത്തിലേക്കാണ്. കുരുവംശം അവരുടെ എല്ലാ സീമയും മറികടന്നു. ഈ ഒരു സഭ നശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യുധിഷ്ഠിരൻ സ്വബോധത്തിലല്ല ഇവിടെ ചൂത് കളിച്ചത്. യുധിഷ്ഠിരൻ തോറ്റിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ദ്രൗപദിയെ അവിടെ പന്തയം വെക്കാൻ കഴിയില്ല. എന്നിട്ട് ഉടനെ ദുര്യോധനൻ വീണ്ടും പറഞ്ഞു, ഭീമൻ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ദ്രൗപദിയെ ഞാൻ ജയിച്ചത് തെറ്റായിട്ടാണെങ്കിൽ യുധിഷ്ഠിരൻ പറയട്ടെ. യുധിഷ്ഠിരൻ നിങ്ങളുടെ ജ്യേഷ്ഠനല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. യുധിഷ്ഠിരനെ നിങ്ങൾ ഉപേക്ഷിക്കൂ. യുധിഷ്ഠിരനെ നിങ്ങൾ ഉപേക്ഷിക്കൂ, എന്നിട്ട് നിങ്ങൾ സ്വതന്ത്രരായിട്ട് ജീവിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ കണ്ടോ, ഇവിടെ ദുര്യോധന്റെ പണി കണ്ടോ? യുധിഷ്ഠിരനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ മോചിതരാക്കാൻ ഞാൻ ദ്രൗപദിയെയും വെറുതെ വിടാം, നിങ്ങളെയും വെറുതെ വിടാം. യുധിഷ്ഠിരനെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അർജുൻ എന്താ പറഞ്ഞ? അർജുൻ നമ്മുടെ ജ്യേഷ്ഠനാണ്. കളിക്ക് മുമ്പേ അദ്ദേഹം നമ്മുടെ ജ്യേഷ്ഠനാണ്, ഇപ്പോഴും ജ്യേഷ്ഠനാണ്, ഇനി അതിന് ശേഷമാണ്. അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. അർജുനൻ ഇത് പറഞ്ഞ ഉടൻ തന്നെ ഒരുപാട് ദുർനിമിത്തങ്ങൾ അവിടെ കാണാൻ തുടങ്ങി. നായ്ക്കളൊക്കെ ഓലിയിടാൻ തുടങ്ങി. ചെന്നായ്ക്കളുടെ ശബ്ദം, കഴുകന്റെ ശബ്ദം, കഴുതയുടെ ശബ്ദം, ഇതെല്ലാം ചുറ്റും കേൾക്കാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടിട്ട് ഭീഷ്മരും ദ്രോണരും ശാന്തി 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് വിദുരർ പറഞ്ഞു, ധൃതരാഷ്ട്രരെ എല്ലാം മറികടക്കുകയാണ്. ഇനി നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് 100 പുത്രന്മാരും മരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രം സഹിച്ചില്ല. അതുവരെ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും ധൃതരാഷ്ട്രർ അവിടെ മിണ്ടായിരിക്കുകയാണ്. ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്തത് കർണനാണ്. ശകുനി ചൂത് കളിച്ചു, പക്ഷെ ശകുനി ഒന്നും മിണ്ടിയില്ല. എന്നാലോചിച്ചു, ഇതിനൊന്നും മിണ്ടിയിട്ടില്ല ശകുനി. ശകുനി തീർച്ചയായിട്ടും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിർവഹിച്ചത് ശകുനി തന്നെയാണ്. പക്ഷെ ഈ പ്രശ്നത്തിനെ ഏറ്റവും രൂക്ഷമാക്കിയത് കർണനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ധൃതരാഷ്ട്രർ അവസാനം സംസാരിച്ചു തുടങ്ങിയാണ്. എന്തുകൊണ്ട്? 100 പുത്രന്മാർ ഇപ്പം ഭീമൻ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ. എന്നിട്ട് പറഞ്ഞു, സഭയിലുള്ള എല്ലാവരെയും ശാന്തരാക്കിയിട്ട് പറഞ്ഞു, കാരണം ചുറ്റും ഒരുപാട് ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ ഭയം തോന്നി. എന്നിട്ട് പറഞ്ഞു, എടാ ദുഷ്ട ദുര്യോധന, ഇത്രയും നേരം ഒന്നും മിണ്ടിയില്ല. സ്വന്തം മകനെ ആദ്യമായിട്ട് വിളിക്കുകയാണ്. ദുഷ്ട ദുര്യോധന, നീ ഏറ്റവും വലിയ നീചനാണ്, നീ ശവത്തിന് തുല്യമാണ്. നീ കുരുവംശത്തിലെ നാരീരത്നമായ പാണ്ഡവരുടെ അഭിമാനമായ ആ സാധ്വിയെ നീ അപമാനിച്ചു. ഇത്രയും നേരം മിണ്ടിയില്ല. അന്നേരം ധൃതരാഷ്ട്രർക്ക് മനസ്സിലായി, ഇനി മിണ്ടിയില്ലെങ്കിൽ 100 മക്കളും തീരുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് പാണ്ഡവരെ എങ്ങനെയെങ്കിലും ശാന്തരാക്കണമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ധൃതരാഷ്ട്രർ വിചാരിച്ചു, ഇനി ഇവർ കൃഷ്ണന്റെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ, കൃഷ്ണനും ബലരാമനും യദു സൈന്യം കൂടെ മൊത്തത്തിൽ വന്നു കഴിഞ്ഞാൽ കുരുവംശത്തിലെ കാര്യം തീർന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ദ്രൗപദി ദേവിയെ ആശ്വസിപ്പിക്കുകയാണ്. പറഞ്ഞു, പാഞ്ചാലി, ഇനിയാണ് ദ്രൗപദിയുടെ ഗ്രേറ്റ്നസ്. ദ്രൗപദി ആരാണെന്ന് ഇനിയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഓക്കെ, ഇത്രയും സഹിച്ചതൊക്കെ ഓക്കെ. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളെ ഒരാൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും അവരോട് എപ്പോഴെങ്കിലും പൊറുക്കാൻ പറ്റുമോ? ഇത് മുടിയെ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുവന്ന ഇത്രയും നീചപ്രവൃത്തി ചെയ്ത വ്യക്തികൾ നമ്മളാണെങ്കിൽ നോക്കണേ, ധൃതരാഷ്ട്രർക്ക് ഇനി എങ്ങനെയെങ്കിലും ദ്രൗപദിയെ
ആശ്വസിപ്പിക്കണം, സമാധാനിപ്പിക്കണം. പറഞ്ഞു, പാഞ്ചാലി, നിന്നോട് ഒരുപാട് അനീതി നടന്നു എന്ന് എനിക്കറിയാം. എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. നീ പതിവ്രതയാണ്, നീ പരിശുദ്ധയാണ്. നമ്മുടെ മരുമക്കളിൽ ഏറ്റവും പ്രഥമ സ്ഥാനം നിനക്ക് തന്നെയാണ്. എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. നമ്മളായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? ദുശാസനെ തുണ്ടമാക്കണമെന്ന് പറഞ്ഞു, ദുര്യോധനെ കൊല്ലണമെന്ന് പറഞ്ഞേനെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. പക്ഷേ ഇത് കേട്ടിട്ട് ദ്രൗപദി എന്താ പറഞ്ഞെന്നറിയാം? ദ്രൗപദി വിചാരിച്ചു, ഇത്രയും നേരം മിണ്ടാത്ത ആള്, ദ്രൗപദി ദേവിക്ക് മനസ്സിലായി ഭയം കൊണ്ട് മാത്രമാണ് ധൃതരാഷ്ട്രം ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ദ്രൗപദി വിചാരിച്ചു, ഇതെനിക്ക് നല്ലൊരു അവസരമാണ്. എന്നിട്ടും ദ്രൗപദി ദേവി രാജാവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഭരതവംശത്തിലെ ശ്രേഷ്ഠ രാജാവേ, കളിയാക്കിയതുമാണ്, ഒന്ന് പൊക്കിയതും. എനിക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവായ യുധിഷ്ഠിരനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. ഹരേ കൃഷ്ണ. നമുക്കിങ്ങനെ പറയാൻ തോന്നും. ഈ ഒരു അവസ്ഥ നമുക്ക് ആർക്കെങ്കിലും ആണ് വരുന്നത്. അങ്ങനെ ഒരിക്കലും ആർക്കും വരാതിരിക്കട്ടെ, ഒരിക്കലും വരത്തുമില്ല. ഇത്രയും ഒരു സ്ത്രീ ഒരിക്കലും ആർക്കും അനുഭവിക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. നമ്മൾ ആദ്യം പറയുന്നത് ദുശാസനെ കൊല്ലണമെന്നായിരിക്കണം പറയേണ്ടത്. അല്ലെങ്കിൽ എനിക്കൊരു വാള് കിട്ടണം, ദുശാസന്റെ തല എനിക്ക് അറക്കണം, ഇതായിരിക്കണം പറയേണ്ടത്. എന്നിട്ട് ഇനി ഓക്കെ, അതെല്ലാം മാറ്റിയിട്ടാണെങ്കിൽ ഭീമനെ ദാസത്വത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. കാരണം ഭീമൻ എന്തായാലും ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് നല്ലൊരു അടി നടക്കും എന്ന ഒരു പ്രതീക്ഷയോട് കൂടി വേണമെങ്കിൽ ഭീമനെ മോചിപ്പിക്കാൻ പറയാം. യുധിഷ്ഠിരനോട് എന്തായാലും ദേഷ്യം ഉള്ളിൽ തോന്നാം, കാരണം യുധിഷ്ഠിരനാണല്ലോ ഈ ഒരു പ്രശ്നത്തിലെല്ലാം കാരണമായത് എന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റും. പക്ഷെ നമുക്കറിയാം യുധിഷ്ഠിരനല്ല കുറ്റക്കാരൻ. പക്ഷെ എന്നിട്ടും ദ്രൗപദി ദേവി അവിടെ എന്താ പറയുന്നത്? യുധിഷ്ഠിരനെ ആ ദാസത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം എൻ്റെ മകൻ പ്രതിവിന്ധ്യൻ്റെ അച്ഛനാണ്. മുന്നോട്ടൊരിക്കലും ആരും പറയരുത് എൻ്റെ മകൻ ഒരു ദാസിയുടെ പുത്രനാണ്. ധൃതരാഷ്ട്ര പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ദ്രൗപദി ദേവി എന്നെ മോചിപ്പിക്കൂ എന്നല്ല പറയുന്നത്. ദ്രൗപദി ദേവി ഇപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ദാസിയാണെന്നാണ്. യുധിഷ്ഠിരനെ മോചിപ്പിക്കും. എന്തുകൊണ്ട്? യുധിഷ്ഠിരൻ എൻ്റെ ഭർത്താവാണ്. അന്നേരം എൻ്റെ മകൻ പ്രതിവിന്ധ്യൻ യുധിഷ്ഠിരന്റെ മകനാണ്, ദ്രൗപദിയിലൂടെ വന്ന മകനാണ്. ഒരു ദാസന്റെ മകനാണ് എന്ന് അവൻ ഒരിക്കലും അറിയപ്പെടരുത്. അതുകൊണ്ട് ഞാൻ ദാസിയായാലും കുഴപ്പമില്ല, പക്ഷേ യുധിഷ്ഠിരനെ ദാസ്യത്വത്തിൽ നിന്നും മോചിപ്പിക്കാൻ പറഞ്ഞു. ആർക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റും? ആർക്കിങ്ങനെ പറയാൻ കഴിയും? ഇതൊന്നും ഒരു സീരിയലിന് വേണ്ടി എഴുതിയ ഡയലോഗ്സ് അല്ല, ടി വിയിൽ കാണുന്ന മഹാഭാരതം പോലെയല്ല. ഒറിജിനലി വ്യാസമഹർഷി എഴുതിയ വചനങ്ങളാണ് ഇതൊക്കെ. വ്യാസമഹർഷി ആരെയും പൊക്കാറില്ല, ആരെയും താഴ്ത്താറില്ല. എന്താണോ നടന്നത് അത് അതേപോലെ എഴുതിക്കുകയാണ്. ധൃതരാഷ്ട്രർ കേട്ടിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ. എന്നിട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, ഇനിയും വരം ചോദിച്ചോളാം പറഞ്ഞു. എനിക്ക് തൃപ്തി വന്നില്ല നിനക്ക് വരുന്നത്. കാരണം എന്താ? മക്കൾക്ക് പണി കിട്ടുമെന്നറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതികാരത്തിന്റെ ഭാവത്തിലൂടെ എന്തെങ്കിലും ചോദിച്ചെങ്കിലേ ധൃതരാഷ്ട്രർക്ക് ഒരു തൃപ്തിയാവും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് കിട്ടുമെന്നറിയാം. രണ്ടാമത് ഒരു വരം ചോദിച്ചോളാം പറഞ്ഞു. ഉടൻ തന്നെ ദ്രൗപദി ദേവി എന്താ പറഞ്ഞത്? ഭീമനെ മോചിപ്പിക്കൂ, അർജുനെ മോചിപ്പിക്കൂ, നകുല സഹദേവന്മാരെ മോചിപ്പിക്കൂ, അവരുടെ രഥം, സ്വത്ത്, വകകൾ,
ആയുധങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാൻ. അതും ധൃതരാഷ്ട്രർ കൊടുത്തു. എന്നിട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, ദ്രൗപദി, എനിക്ക് തൃപ്തിയായിട്ടില്ല, ഇനിയും ചോദിക്കുമെന്ന് പറഞ്ഞു. ഇനിയാണ് ദ്രൗപദി ദേവിയുടെ ആ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ദ്രൗപദി ദേവി പറഞ്ഞു, രാജാവേ, അത്യാഗ്രഹം എപ്പോഴും ധർമ്മത്തെ നശിപ്പിക്കും. ശാസ്ത്രങ്ങൾ പറയുന്നു, ആരെങ്കിലും വരം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷത്രിയ നാരി, ഒരു ക്ഷത്രാണി ഒരിക്കലും 2 വരത്തിൽ കൂടുതൽ ചോദിക്കാൻ പാടില്ല. 2 വരത്തിൽ കൂടുതൽ ചോദിക്കുന്നത് അത് അധർമ്മമാണ്. ഹരേ കൃഷ്ണ. ഒരു ബിഗ് സല്യൂട്ട് ദ്രൗപദി ദേവിക്ക്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ വന്നതൊന്നും ഒന്നുമല്ല. ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലും പാണ്ഡവർക്ക്, ദ്രൗപദി ദേവിക്ക് ധർമ്മത്തിൽ പിടിച്ചിരിക്കാൻ പറ്റി. അതാണ് അവരുടെ ഗ്രേറ്റ്നെസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ പറഞ്ഞു, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പാണ്ഡവരുടെ രാജ്യം തിരിച്ചു ചോദിച്ചില്ല കേട്ടോ, സ്വത്തും ചോദിച്ചില്ല. ദ്രൗപദി ദേവി പറഞ്ഞത് അതാണ് ഏറ്റവും വലിയ കിടിലം മറുപടി എന്നുള്ളതാണ്. അതായത് ദ്രൗപദി ദേവിയെ നമസ്കരിക്കണമെന്നുള്ളതാണ്. ഇവിടെ ആദ്യത്തെ വരത്തിൽ എന്താ പറഞ്ഞത്? യുധിഷ്ഠിരനെ മോചിതനാക്കണമെന്ന്. രണ്ടാമത് പറഞ്ഞപ്പം പറഞ്ഞത് എന്താ? ഭീമനെയും അർജുനെയും നകുല സഹദേവന്മാരെയും അവരുടെ രഥങ്ങളും ആയുധങ്ങളും അവർക്ക് തിരിച്ചു കൊടുക്കണം. രാജ്യം ചോദിച്ചില്ല, സ്വത്തും ചോദിച്ചില്ല. അന്നേരം വീണ്ടും ചോദിച്ചു, എന്താണ് മൂന്നാമത് ഒരു വരം ചോദിക്കും. കാരണം ധൃതരാഷ്ട്ര വിചാരിച്ചേ രാജ്യം അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്, അതോടുകൂടി ശല്യം തീർന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കാര്യം ഒരു തീരുമാനമാണെന്ന് വിചാരിച്ചു. പക്ഷെ രാജ്യം ചോദിച്ചില്ല, സ്വത്തും ചോദിച്ചില്ല. അന്നേരം മൂന്നാമതൊരു വരം കൂടെ ചോദിക്കാൻ പറഞ്ഞപ്പോഴാണ് ദ്രൗപദി ദേവി പറയുന്നത്, അത് അത്യാഗ്രഹമായി പോവും, അത്യാഗ്രഹം ഒരിക്കലും നല്ലതല്ല, ഇത് തിരിച്ച് അങ്ങേർക്കുള്ളൊരു മറുപടിയാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താക്കന്മാർ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ല ചങ്കൂറ്റമുണ്ട്, ചങ്കുറപ്പുണ്ട്. സ്വന്തം കർത്തവ്യം കൊണ്ടും ധർമ്മത്തിലൂടെ അവരുടെ ബലത്താൽ അവർ വീണ്ടും സമ്പന്നരാകാനുള്ള ആണത്വം അവർക്കുണ്ട്. ദ്രൗപദി മയ്യാക്കി ഇതേപോലെ ഒരു മറുപടി മുഖത്ത് 2 അടി, കർണക്കുറ്റിക്ക് നോക്കി 2 അടി കൊടുത്തു ധൃതരാഷ്ട്രൻ. ആണത്വമില്ലാത്തവന്മാരാണ് ഇങ്ങനത്തെയുള്ള നീച പരിപാടികൾ ചെയ്യുന്നത്. അത് ഡയറക്റ്റ്ലി പറഞ്ഞില്ല, പക്ഷെ എല്ലാ ഉത്തരവും എല്ലാവർക്കും കിട്ടിയെന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും ദുഷ്ടനായ കർണന് തൃപ്തി വന്നില്ല. ഇതാരും ആരുമായിട്ട് സംസാരിക്കുകയാണ്, ധൃതരാഷ്ട്രരും ദ്രൗപദി ദേവിയും കൂടെ സംസാരിക്കുക. അതിൻ്റെ ഇടയിൽ ഇവൻ വീണ്ടും എഴുന്നേൽക്കുകയാണ്. ആര്? കർണൻ. അവൻ ചിരിച്ചുകൊണ്ട് പറയാം, ഒരു സ്ത്രീ അവസാനം പാണ്ഡവരെ രക്ഷിക്കേണ്ടി വന്നു. അവര് മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു സമുദ്രത്തിൽ. അവസാനം ഒരു സ്ത്രീ തന്നെ വേണ്ടി വന്നു അവരെ രക്ഷപ്പെടുത്താൻ. ഹരേ കൃഷ്ണ. അതായത് സ്ത്രീകളോട് ഒരു ബഹുമാനവും ഇല്ലാത്ത വെറും തരം താഴ്ന്ന വ്യക്തിയാണ് കർണൻ. സ്ത്രീകളോട് ഒരു ബഹുമാനവും ഇല്ലാത്ത ഒരു ദാസിയെന്നോ ഒരു ദാസിയായാലും ആരായാലും സ്ത്രീയല്ലേ. കർണനെ എങ്ങനെ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നു ഓരോ ആൾക്കാർക്ക്? അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ദ്രൗപദി ദേവിയെ, കുന്തി ദേവി ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ആര്? പാണ്ഡവർ. ഒന്ന് ആലോചിച്ച് നോക്കും. ദുര്യോധന്റെ ഭാര്യ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ദുശാസനന്റെ ഭാര്യ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാം? കർണന്റെ ഭാര്യ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാം?
അവർക്കൊക്കെ അത്ര സ്ഥാനമേ അവർ കൊടുത്തിട്ടുള്ളൂ. സ്ത്രീകളെ ഒട്ടും ബഹുമാനിക്കാത്ത, വെറും വസ്തുക്കളായിട്ട് കാണുന്ന നീച വ്യക്തികളാണ് കൗരവർ. രാവണനും ഇതേ സ്വഭാവം തന്നെ. ധർമ്മം, ന്യായം, നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ, സജ്ജനങ്ങളെ ബഹുമാനിക്കുന്ന ആ ഒരു വ്യക്തിയാണ് ശ്രേഷ്ഠൻ. അവരാണ് ആര്യന്മാർ, സംസ്കാരമുള്ളവർ. പക്ഷെ ഇവർ എങ്ങനെ നമുക്ക് നായകന്മാരാകാൻ കഴിയും? സ്ത്രീകളെ ഒട്ടും ബഹുമാനിക്കാത്ത ഒരു കൂട്ടമാണ് ഇവര്. അവർ സ്ത്രീകളെ ഒരു വസ്തുവായിട്ട് കാണുന്ന ദുഷ്ടന്മാരാണ് ഇവർ. അവന്റെ വർത്തമാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ദ്രൗപദി ദേവിയുടെ ആ ശ്രേഷ്ഠത അതല്ലേ നമ്മൾ കാണുന്നത്. പക്ഷെ കർണൻ അതല്ല കാണാൻ പറ്റുന്നത്. അവൻ എന്താ കാണുന്നത്? ഒരു സ്ത്രീയുടെ സഹായം വേണ്ടി വന്നു. അത് സ്ത്രീയോട് വെറും പുച്ഛമാണ്. ആർക്ക്? കർണൻ. അവനെ പിന്നെ എങ്ങനെ നമുക്ക് ഹീറോ ആക്കാൻ പറ്റും? ഇത് കേട്ടുടൻ തന്നെ ഭീമൻ അങ്ങോട്ട് എഴുന്നേറ്റു എന്നുള്ളതാണ്. ഉടനെ അർജുൻ പറഞ്ഞു, താഴ്ന്ന വ്യക്തികൾ ഇങ്ങനെ പലതും പറയും. പട്ടികൾ കുരയ്ക്കുന്നു എന്ന് പറഞ്ഞ് സിംഹം നോക്കേണ്ട ആവശ്യമില്ല. അവനൊരു ക്ഷത്രിയൻ പോലും അല്ല. അതുകൊണ്ടല്ലേ, അപ്പോൾ അത് തെളിയിക്കുമല്ലേ അവൻ്റെ വർത്തമാനത്തിലൂടെ. ആര് പറഞ്ഞു? അർജുൻ. അവനൊരു ക്ഷത്രിയൻ പോലും അല്ല. അവൻ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അവൻ ക്ഷത്രിയനല്ലെന്ന്. അവൻ്റെ വർത്തമാനത്തിലൂടെ അവൻ തെളിയിക്കുകയാണ്. അവൻ്റെ വർത്തമാനം നമ്മൾ എന്തിനാണ് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുക? പട്ടി കുറച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അർജുനൻ ഭീമനെ ശാന്തനാക്കി. പക്ഷെ എന്നിട്ടും ഭീമന് സമാധാനം കിട്ടുന്നില്ല. ഭീമൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഒറ്റ വാക്ക് പറ യുധിഷ്ഠിര, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഇപ്പം ഞാൻ തീർത്തു തരാം ഇവരെയൊക്കെ. ഇത്രയൊക്കെ കിട്ടിയത് പോരെ? അങ്ങ് ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞിട്ട് അവസാനം എന്ത് കിട്ടി? ഒറ്റ വാക്ക് പറ, ഞാൻ അങ്ങയുടെ വാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വീണ്ടും അങ്ങ് ഈ ലോകം ഭരിക്കുന്ന ചക്രവർത്തിയായിട്ട് ഇരിക്കും. ഞാൻ ഇരുത്തും. ഇപ്പൊ ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് എല്ലാം തിരുത്താൻ പറ്റും. ഭീമസേൻ കി ജയ്. ഭീമൻ വീണ്ടും വീണ്ടും കൗരവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ദേഷ്യം കൊണ്ട്. ഇവിടെ പറയുന്നു വ്യാസമഹർഷി, സിംഹം എങ്ങനെയാണോ മറ്റു മൃഗങ്ങളെ നോക്കുന്ന അതേപോലെ. പക്ഷേ വീണ്ടും അർജുൻ പറഞ്ഞു, ചേട്ടാ ശാന്തനാവും, ശാന്തനാവും. ഭീമൻ ഇത് പറയുമ്പോൾ ദേഹത്ത് നിന്ന് അഗ്നിയും പുകയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. തെലുങ്ക് സിനിമകളിൽ സ്പെഷ്യൽ എഫക്ട്സോടുകൂടി വേണ്ടുന്ന പുകയല്ല, ഒറിജിനൽ തീ. അകത്തുനിന്ന് ഇങ്ങനെ ദേഷ്യം കൊണ്ട് വിറച്ച് 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 അകത്തുനിന്ന് അഗ്നി, യഥാർത്ഥ അഗ്നി പുറത്തു വരികയാണ്. അല്ല സ്പെഷ്യൽ എഫക്ട്സിന് വേണ്ടി വീഡിയോ എഡിറ്റിംഗ് ചെയ്തതല്ല. ഒറിജിനൽ തീ അകത്തുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആരാ പറയുന്നേ? വ്യാസമഹർഷി. കണ്ണൊക്കെ ചുമന്നു ഭീമന്റെ. ഇതെല്ലാം കണ്ടിട്ട് യുധിഷ്ഠിരൻ പാവം കെട്ടിപ്പിടിച്ചു ഭീമനെ. മോനെ ശാന്തമാകും. ഇപ്പം ദാസത്വത്തിൽ നിന്ന് മോചിതനായി, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭീമൻ ചോദിച്ചത്, ഇപ്പൊ നമ്മൾ ദാസന്മാരല്ലോ, ഇപ്പൊ എന്തും ചെയ്യാലോ, ഇടിക്കട്ടെ, ആരെ കൊല്ലണ്ട, ആദ്യം ദുശാസനെ കൊല്ലട്ടെ. അതാണ് ഭീമൻ ചോദിച്ചത്. അന്നേരം എത്രയൊക്കെ ആയിട്ടും യുധിഷ്ഠിരൻ എന്താ പറയുക? ശാന്തനാവുക. എന്നിട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഇത്രയൊക്കെ ആയിട്ടും യുധിഷ്ഠിരന്റെ ആ ഒരു ക്ഷമ നോക്കണേ, എത്രത്തോളം ധർമ്മിഷ്ഠനാണ്. യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രയെ നോക്കിയിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്താണ്, അങ്ങാണ് നമ്മുടെ സ്വാമി. അങ്ങ് പറയൂ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
നമ്മളൊക്കെ ആയിരുന്നു പാണ്ഡവരുടെ സ്ഥാനത്തെങ്കിൽ ഓക്കെ, ദാസത്വത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മിണ്ടാതിരുന്നു. ഇനി അതിൽ നിന്ന് മോചിതനായി എന്നാ പിന്നെ ഇടിച്ചൂടായിരുന്നോ? ഒന്നും മിണ്ടിയില്ലെന്നോ. ഇത്രയും സഹിച്ചിട്ടും ധൃതരാഷ്ട്രയെ നോക്കിയിട്ട് നമ്മുടെ യുധിഷ്ഠിര മഹാരാജ് പറയുകയാണ്, യുധിഷ്ഠിര മഹാരാജ് കീ ജയ്, അങ്ങ് പറയൂ ഞാൻ എന്താ ചെയ്യേണ്ടത്. ധൃതരാഷ്ട്രർ പറഞ്ഞു, അങ്ങയുടെ ആ വിനയം, ഇത്രയൊക്കെ അങ്ങയെ വേദനിപ്പിച്ചിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ നടുവിലും അങ്ങേക്ക് നമ്മളോടൊരു ശത്രുത ഇല്ലാത്തത് വലിയ അത്ഭുതമാണ്. അങ്ങ് തീർച്ചയായിട്ടും അജാത ശത്രുവാണ്. അങ്ങ് ശാന്തനായിട്ട് പോകൂ യുധിഷ്ഠിര. അങ്ങ് എപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശത്രുതയൊന്നും മനസ്സിൽ സൂക്ഷിക്കത്തില്ല എന്ന് ഞാൻ കരുതുന്നു. യഥാർത്ഥ ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ ഉള്ളിൽ നന്മ മാത്രമേ കാണൂ. അധർമ്മികളായിട്ടുള്ള വ്യക്തികളാണ് എപ്പോഴും ക്രൂര വാക്കുകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും അധർമ്മികളോട് കാരുണ്യം കാണിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ധൃതരാഷ്ട്രർ യാചിച്ചു യുധിഷ്ഠിരന്റെ മുമ്പിൽ, ദുര്യോധനൻ ചെയ്ത ഈ ക്രൂര പ്രവൃത്തികളെയൊക്കെ മറക്കണം. എന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയായ ഗാന്ധാരിയും അങ്ങയോട് കാണിച്ച സ്നേഹത്തിൻ്റെ കുറിച്ച് എപ്പോഴും ആലോചിക്കണം. എന്നിട്ട് പറഞ്ഞു, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശക്തിയും ക്ഷമയും പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ കളിച്ചതാണ്. യഥാർത്ഥത്തിൽ അല്ലാതെ വേറൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു മത്സരമൊന്നും അല്ല. എത്രത്തോളം ക്ഷമ നിങ്ങൾക്കുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു കളി നടത്തിയതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യുധിഷ്ഠിര, നിൻ്റെ ഉള്ളിൽ ധർമ്മമുണ്ട്, ഭീമൻ്റെ ശൗര്യമുണ്ട്, അർജുനിൽ ക്ഷമയുണ്ട്, നകുല സഹോദരന്മാർ ഏറ്റവും നിങ്ങൾ പറയുന്നത് കേട്ട് സന്തോഷത്തോടുകൂടി എന്താ പറയുക അനുസരണാശീലമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ രാജ്യമെല്ലാം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നു. ശാന്തരായിട്ട് പോകും. എന്നും എൻ്റെ മക്കളും നിങ്ങളും സുഹൃത്തുക്കളെ പോലെ ഇരിക്കും, ധർമ്മിഷ്ഠരായിട്ടിരിക്കും. ഇത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം ഞാൻ കളിച്ചതാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ ഒരു വിരോധമൊന്നും വയ്ക്കരുതെന്ന്. പാണ്ഡവർ നമസ്കരിച്ചു. എന്നിട്ട് അവിടുന്ന് പോയി. രഥത്തിൽ കയറി ദ്രൗപദിയും പാണ്ഡവരുമായിട്ട് ഇന്ദ്രപ്രസ്ഥയിലേക്ക് പോയി. എന്നിട്ട് എല്ലാ രാജാക്കന്മാരും അവരവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോയി. ചില വ്യക്തികൾ യുധിഷ്ഠിരനെ അഭിനന്ദിച്ചു, ചില വ്യക്തികൾ ദുര്യോധനെ അഭിനന്ദിച്ചു. എന്നിട്ട് വിദുരർ ധൃതരാഷ്ട്രയും പിടിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് പോകുന്ന സമയത്ത് പാണ്ഡവരോട് ചെയ്ത അനീതിയെക്കുറിച്ചൊക്കെ ഓർത്ത് ധൃതരാഷ്ട്രർ ഭയത്തിലിരിക്കുകയാണ്. എന്നിട്ട് ധൃതരാഷ്ട്രർ ചിന്തിച്ചു, അവർക്ക് അവകാശപ്പെട്ടത് തിരിച്ചു കൊടുത്താലും ദ്രൗപദി സഹിച്ച അപമാനത്തിന് മറുപടിയായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഭീമൻ്റെ ആ പ്രതിജ്ഞ എന്നെ ഭയപ്പെടുത്തുന്നു എന്ന് ധൃതരാഷ്ട്രർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യും. ഇതൊക്കെ ഓർത്തിട്ട് ധൃതരാഷ്ട്രർ പോവുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ഏറ്റവും വിഷമമുള്ള ഈ അധ്യായം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ നമുക്ക് ബാക്കിയെടുക്കാം. നാളത്തെ സംഭവം കേൾക്കുമ്പോൾ നമുക്ക് വളരെ ദേഷ്യം തോന്നും യുധിഷ്ഠിരനോട്. കാരണം എന്താ സംഭവിക്കുന്നറിയാം? പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയിട്ടില്ല. പകുതി വഴി എത്തുമ്പോൾ തന്നെ ദൂതൻ വീണ്ടും എത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ധൃതരാഷ്ട്രർ അങ്ങേ ക്ഷണിക്കുന്നു അവസാനമായിട്ടൊരു ചൂത് കളിക്കാൻ വേണ്ടി.
ഹരേ കൃഷ്ണ. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ വിചാരിക്കും, ഇത് നമ്മുടെ ശവം കാണാൻ വേണ്ടിയാണോ അങ്ങേര് വിളിക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാണ്? വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. നമ്മൾ പ്രതിജ്ഞ എടുത്തു പോയില്ലേ, എന്ത് ചെയ്യാനാണ്? എനിക്ക് വേറെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഞാൻ കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് വിഷമത്തിലാണെന്നും എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു. പാണ്ഡവർ പറഞ്ഞു, ഇത് നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചതാണ്, നമുക്കൊന്നും കൂടെ പോവാം എന്ന് ദ്രൗപദിയും മറ്റ് സഹോദരന്മാരും ഒരുമിച്ച് തീരുമാനമെടുക്കുക. ഇത്രയൊക്കെ ആയിട്ടും അവരുടെ ഐക്യം നഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ളത്. പാണ്ഡവ ഭക്തവൃന്ദ കീ ജയ്, ദ്രൗപദി മയ്യ കീ ജയ്. വീണ്ടും ചൂതുകളിക്ക് ക്ഷണിക്കുക. കാരണം എന്തു പറ്റി? ധൃതരാഷ്ട്ര ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ദുര്യോധനും ശകുനിയും എല്ലാം തമ്മിൽ ചർച്ച ചെയ്യുക. ദുശാസൻ പറയുകയാണ്, നമ്മുടെ തന്തയ്ക്ക് എന്താ പ്രശ്നം? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ എല്ലാം നേടിയെടുത്തത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ അതെടുത്ത് കൊടുത്തത്? വലിയ ക്രൂരതയായിപ്പോയെന്ന് പറഞ്ഞു. അന്നേരം ദുര്യോധൻ പറഞ്ഞു, ശരിയാണ്, ഇങ്ങേർക്ക് ഭ്രാന്താണ്. ദുര്യോധനെ ധൃതരാഷ്ട്രൻ എന്തുമാത്രം സ്നേഹിക്കുന്നു. എന്നിട്ട് ദുര്യോധൻ എങ്ങനെയാ പറയുന്നത്? കിളവാന്നൊക്കെയാണ് വിളിക്കുന്നത്, ഭ്രാന്തെന്നൊക്കെയാണ് വിളിക്കുന്നത്. ധൃതരാഷ്ട്രക്ക് ഇതൊന്നും അറിയുന്നില്ല. എന്നിട്ട് തമ്മിൽ ചർച്ച ചെയ്ത് ഇത് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്നൊക്കെ പറയാം. അപ്പോൾ ശകുനി പറയുകയാണ്, എങ്ങനെയെങ്കിലും ഒറ്റ പ്രാവശ്യം അവരെ ചൂതുകളിക്ക് വിളിക്കണം. അവരെന്തായാലും ധർമ്മിഷ്ഠരാണ്, നമ്മളെ പോലെയല്ല. അതുകൊണ്ട് അവരെന്തായാലും സമ്മതിക്കും. സമ്മതിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ ഒന്നും ചോദിക്കേണ്ട. 12 വർഷത്തെ വനവാസം, 1 വർഷത്തെ അജ്ഞാതവാസം. അവരെ കാട്ടിൽ പറഞ്ഞയച്ചാൽ മതി. എന്നിട്ട് 13 വർഷം നമ്മുടെ കയ്യിലുണ്ട്. ആ സമയം കൊണ്ട് അവരുടെ ഇന്ദ്രപ്രസ്ഥവും ഭരിക്കാം, ഹസ്തനപുരിയും ഭരിക്കാം. എന്നിട്ട് 1 വർഷം അജ്ഞാതവാസത്തിൽ അവർ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 12 വർഷത്തെ വനവാസമുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ വീണ്ടും ഒരു ചൂതുകളിക്ക് ധൃതരാഷ്ട്രം സമ്മതിക്കുമോ? എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം, അത് നിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ദുര്യോധൻ വീണ്ടും പോയിട്ട് പറയുക, അച്ഛാ, അങ്ങ് ചെയ്ത വലിയ ക്രൂരതയായിപ്പോയി. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, ഇപ്പോൾ അങ്ങ് കണ്ടില്ലേ ദ്രൗപദി എന്തുമാത്രം വിഷമിച്ച് ദേഷ്യത്തിരിക്കാം. ഭീമന്റെ ദേഷ്യം കണ്ടില്ലേ? അവരെ വെറുതെ വിടാൻ കഴിയില്ല. അവരെ ഒരിക്കലും വെറുതെ വിടാൻ കഴിയില്ല. പാമ്പിനെ നോവിച്ചതുപോലെ നമുക്ക് അവരെ വെറുതെ വിടാൻ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ നമുക്ക് നശിപ്പിച്ചേ പറ്റൂ. ഇത് കേട്ട് ധൃതരാഷ്ട്രക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ധൃതരാഷ്ട്രം ചിന്തിച്ചു, ദുര്യോധൻ പറയുന്നത് ശരിയാണ്. കാരണം സഭയിൽ വെച്ച് ഭീമൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, 100 പുത്രന്മാരെയും കൊല്ലുമെന്നൊക്കെ. അല്ല, അത് ഇനിയാ വരുന്നത് കേട്ടോ, ഇനിയാ പ്രതിജ്ഞ വരുന്നത്. പക്ഷെ ഭീമൻ പ്രതിജ്ഞ എടുത്തു. എന്താണ്? ദുര്യോധൻ്റെ തുടയടിച്ചു പൊട്ടിക്കുമെന്നും ദുശാസൻ്റെ നെഞ്ച് കീറി രക്തം കുടിക്കുമെന്നൊക്കെ. അതുകൊണ്ട് ഇവരെ വെറുതെ വിടുന്നത് ശരിയല്ല. കാരണം കൃഷ്ണൻ അറിഞ്ഞാൽ എന്തായാലും ഇവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് വന്നു കഴിഞ്ഞാൽ കുരുവംശത്തിന് താങ്ങാൻ പറ്റത്തില്ല, എല്ലാം നഷ്ടപ്പെടും എന്ന് ധൃതരാഷ്ട്രർ ഭയപ്പെട്ടു. ഞാൻ പറഞ്ഞു, എന്താണ് നിൻ്റെ ഉപായം? മാമാശ്രീ ശകുനി ഒരു ചൂതുകളിക്കും കൂടെ ക്ഷണിക്കുകയാണ്. അവർ ഒരു ചൂതുകളിക്ക് ഇനി ഭീഷ്മരോ ദ്രോണരോ ആരും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ സമ്മതം ആർക്ക് വേണം? അങ്ങല്ലേ സാമ്രാട്ട്, അങ്ങ് തീരുമാനം എടുക്കൂ. അങ്ങ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞു. അവസാനം പിന്നെ വീണ്ടും ധൃതരാഷ്ട്രർ ദുര്യോധൻ്റെ കയ്യിലൊരു പാവയെ പോലെയാണ്. വീണ്ടും ദൂതന്മാരെ അയക്കുകയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയിട്ടില്ല. യുധിഷ്ഠിരന് ഇതറിയാമായിരുന്നു, പാണ്ഡവർക്കും സഹോദരന്മാർക്കും അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ അവർ വീണ്ടും വരികയാണ്. എന്നിട്ട് ശകുനി, നാളെ ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷേ ഞാൻ പറയുകയാണ് എന്താണ് ഇനി സംഭവിക്കുന്നത്. ശകുനി പറയും, യുധിഷ്ഠിരാ, ഒറ്റക്കളിയേ ഉള്ളൂ, ഇനി ഒറ്റക്കളി. ഈ കളിയിൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ഞാനും ദുര്യോധനും 100 സഹോദരന്മാരും മരവുരിയും ധരിച്ച്
കാട്ടിൽ 12 വർഷം താമസിക്കും, 1 വർഷം അജ്ഞാതവാസം. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ നമ്മളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ വീണ്ടും 12 വർഷം വനവാസം. നമ്മളതിന് സമ്മതിക്കണം. നീ സമ്മതിക്കണം. യുധിഷ്ഠിരൻ വീണ്ടും ധൃതരാഷ്ട്രയൊക്കെ നോക്കി, ഭീഷ്മരെ നോക്കി, ദ്രോണരെ നോക്കി. ആരും ഒന്നും മിണ്ടുന്നില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, വിധിയുടെ കളികൾ വളരെ ശക്തമാണ്. ഞാനൊരു ക്ഷത്രിയനായിപ്പോയി, എനിക്ക് വേറൊന്നും പറയാൻ കഴിയില്ല. സമ്മതിക്കുന്നു പറഞ്ഞു. ഒരു സംഖ്യ പറഞ്ഞു, അത് തീർച്ചയായിട്ടും വരത്തില്ല. വീണ്ടും ശകുനിയും ദുര്യോധനും എല്ലാവരും ആഹ്ലാദിച്ചു. നീ മലയൊരു ധരിച്ച് പൊയ്ക്കോളൂ, കാട്ടിലേക്ക് പൊയ്ക്കോളൂ. അങ്ങനെയാണ് പാണ്ഡവരെ വീണ്ടും എല്ലാം അവരിൽ നിന്നും നഷ്ടപ്പെടുത്തി വെറും കൈയോടെ അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഏറ്റവും വേദനയുള്ള സംഭവം ഇന്നത്തെ ആ ഒരു അധ്യായമായിരുന്നു. നാളത്തെ അധ്യായം ഇനിയും വേദനയുള്ള ഒരു അവസ്ഥയാണ്. നമുക്ക് നാളെ വൈകുന്നേരത്ത് കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ ശ്രീമദ് ഭാഗവത്തിൽ നമുക്ക് കാണാം. ക്ഷമിക്കണം, ഇന്ന് രാവിലെ എടുക്കാൻ പറ്റിയില്ല. നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് കാണാം കേട്ടോ. ഹരേ കൃഷ്ണ.